തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞാൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. ബൈബിൾ ക്ലാസ്സാണ്. എല്ലാവരും പാത്രത്തോടെ തന്നെ. ഞാൻ ഈ സമയത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മുടെ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് നമ്മൾ എത്ര ആരാധിച്ചാലും നമ്മുടെ കർത്താവിനെ മതി വരില്ല, നമുക്കും വരില്ല, കർത്താവിനും. ഇത് വിശ്വസിക്കുന്ന കരങ്ങളിൽ ദൈവത്തിന്റെ ദൈവം മാതാവിനെ ഹവ്വയെയും സൃഷ്ടിച്ചത് തൊട്ട് നമ്മൾ നോക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവം മനുഷ്യരിൽ നിന്ന് പരമപ്രധാനമായി ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, അവന് പാട്ടുപാടി അവനെ ആരാധിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കരയുന്നത് പോലും ഒരു പരിധി വരെ ദൈവത്തിന് ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അർത്ഥത്തിൽ എടുക്കണേ. ദൈവത്തിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാര്യം ഒരു സമയത്ത് ദൈവത്തിന് മഹത്വം കിട്ടിക്കൊണ്ടിരുന്ന ദൈവത്തിന് മഹത്വം വേണ്ട രീതിയിൽ കിട്ടുന്നില്ല എന്ന് വന്ന സമയത്ത് പാഴും ശൂന്യവുമായി കിടന്നിരുന്ന ഈ ഭൂമിയിൽ ദൈവത്തിനെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. മനുഷ്യനെ കുറിച്ച് മനുഷ്യർക്ക് ഉൾക്കാഴ്ച വേണം. എന്നെ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ആ തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് നമ്മൾ ആരാധന കഴിയും. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ്. പക്ഷെങ്കിൽ പൗലോസപ്പോസ്തലൻ പറഞ്ഞത് ബുദ്ധിക്കും കണ്ണിനും മറവായിരിക്കുക. ഇതിനെ തുറന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈബിൾ ക്ലാസ്സുകൾ പോലെയുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ കർത്താവ് വെളിച്ചത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതികളിൽ കർത്താവ് അതിനുള്ള സാഹചര്യങ്ങളെ തന്നെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ലീഡിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ദേവദാസനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റുള്ള എല്ലാ ആഴ്ചയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാസ്റ്റർ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ തന്നെ ഈ ദേശത്തില്ല. നമുക്കറിയാമല്ലോ. ഒരു പക്ഷെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു തരുന്നതാണ്, സാത്താൻ അവന്റെ തന്ത്രങ്ങളെ പല വിധത്തില്, സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിവില്ലാത്തവരല്ലല്ലോ. നിങ്ങൾ അറിയിക്കുന്നതൊക്കെ എന്തിനാ മിനിറ്റോ? സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിവില്ലാത്തവരല്ല. സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിവുള്ളവരാണ്. കാര്യം നമ്മളാകുന്ന ബുദ്ധിമണ്ഡലത്തിൽ ഇത് മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ അത് റിവീൽ ചെയ്ത്. അപ്പൊ സാത്താൻ ലിറ്റിൽ ഫോക്സ് സഭയെ കുറിച്ചാണ് പദ്ധതി ഇട്ടത്, അല്ലാതെ ഒരു വ്യക്തിയെ കുറിച്ചല്ല. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭ ഏക മനസ്സോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന് വേണ്ടി തെരുവിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇത് സഭാവിശ്വാസികളുടെ ഒരു ചുമതലയാണ്. ആരും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല. ഹല്ലേലൂയ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നെക്കാളും കൂടുതൽ സഭയിൽ അതിൻ്റെതായ പെട്ടെന്നൊരു ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരാൾക്ക് വീഴ്ച അല്ലെങ്കിൽ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മൊത്തത്തിൽ അത് വ്യാപരിക്കും. ആ വ്യാപാരം ഏതാണെന്ന് തിരിച്ചറിയണം. അതിനെ സഭ ഉപവാസത്തോടും കണ്ണീരോടും പ്രാർത്ഥനയോടും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ധാരാളമായി പകർന്ന് സാത്താന്യ പദ്ധതികളെ തകർത്ത് ദൈവദാസന്മാർക്ക് ശക്തി നൽകുന്ന ഉയരത്തിലെ ദൈവം ശക്തി നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ സഭ ഒറ്റക്കെട്ടായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്യ തന്ത്രങ്ങൾ അഴിയുകയും ചെയ്യും. ഇന്നലെയാണ് അവർ പോയത്. ഇന്നലെയാണ്. പിന്നെ അവർ പോയ സമയത്ത് ഇന്നലെ അവർ പോയത്, അവര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത് സാത്താന്യ ഒരു തന്ത്രത്തോടുള്ള അവരുടെ വിജയമാണ്. ഞാൻ ഇന്നത്തെ വ്യത്യാസം പറയുവാനായിട്ട്. ഇനി ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ദേവദാസൻ കെറ്റി രാജു എന്ന് പറയുന്ന വ്യക്തി അവന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം, വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറിക്കോ.
മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നോമോ, അവന്റെ ഫാമിലി, അവന്റെ കൂട്ടുചാർച്ചക്കാരെ കാണുവാൻ നോമോ. ആ ഒരു സാധാന്യ പദ്ധതിയാണ് ദൈവജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നലെ അദ്ദേഹത്തിന്റെ ചാർച്ചക്കാരെ കാണുവാൻ വേണ്ടിയിട്ട് ഫ്ലൈ ചെയ്യുവാനാണ് കഴിഞ്ഞത്. ഇത് നിങ്ങളുടെ ദൃഷ്ടിയിൽ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ ആസ് എ പാസ്റ്റർ ഞാൻ നോക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. മനുഷ്യരാൽ അസാധ്യം എന്റെ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞങ്ങളുടെ ബൈബിൾ നമ്മളെല്ലാം ഒരുമിച്ച് കടന്നു വരാൻ സാധിക്കാഞ്ഞവരുണ്ട്. എന്നാലും ഒരുമിച്ച് നമ്മൾ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിലായിരുന്നു. ബൈബിൾ ക്ലാസ് പൊതുവെ ഞാൻ ആദ്യത്തെ സെഷനിൽ പറയുവാനായിട്ട് തോന്നുന്നു, ഒരു റിവൈവ് മൂവിലല്ല പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബൈബിൾ ക്ലാസ്സിൽ വരാൻ പലർക്കും താല്പര്യമില്ല. ഇതൊരു സാധാരണ സത്യ. എന്റെ സഭയിലാണെങ്കിലും ഞാനായിരിക്കുന്ന ദൈവസഭയിലാണെങ്കിലും ഇതൊക്കെ തന്നെ ഞാൻ സംഭവിക്കുകയുള്ളൂ. ലിറ്റിൽ ഫോക്സിനെ ഞാൻ ആ കാര്യത്തിൽ കുറച്ച് സന്തോഷമുണ്ട്. കാര്യം കുറെ അധികം ആൾക്കാർ താല്പര്യത്തോടെ വരുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ലണ്ടനിലൊക്കെ ഞങ്ങളുടെ സഭ ഒരു സഭാ മീറ്റിംഗ് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ വിടത്തില്ല, ഇങ്ങനെ പിടിച്ചു നിർത്തും. അടുത്ത ആഴ്ചയിലും വരുമല്ലോ, ഒരു അവരൊന്ന് മേക്ക് ഷുവർ ചെയ്യും. എന്താണെന്ന് വെച്ചാല് പോയി ആൾക്കാരില്ലാത്ത ഭാഷ എന്താ ഭാഷ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കടലിന്റെ ബോർഡറിലുണ്ടോ, ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. ഞാൻ ഒരു പാസ്റ്റർ എല്ലാ കാര്യത്തിലും അവൈലബിൾ ആയിരിക്കണം എന്നാണ് എന്നോട് ആരോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. ഞാൻ ചോദിക്കും എന്തെങ്കിലും വീട്ടിൽ ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം, കൈക്കരികണേലും നമ്മൾ ഭയങ്കര സ്പീഡിൽ എത്തി തരും. വണ്ടി മേടിക്കാൻ പോകണമെങ്കിൽ ഞാൻ വരും. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന യേശുവിന്റെ ക്യാരക്ടർ അതായിരുന്നു. യേശുവിനെ തൊട്ടും ഇരുമി ഇടിച്ചും പറിച്ചും പോയിക്കൊണ്ടിരുന്ന ജനങ്ങൾ അല്ലേ. പക്ഷെ ഇന്നെല്ലാം ജനങ്ങളുടെ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നത്. അവർ മീറ്റിംഗിന്റെ അവരുടെ പ്രസംഗത്തിന്റെ സമയമാകുമ്പോഴത്തേന് മുതുകാടിന്റെ സ്റ്റേജിലോട്ടൊക്കെ ഈ ഗുമ്മെന്ന് പറഞ്ഞ ചില കയറി വന്ന് അവരങ്ങോട്ട് കയറി വന്നു പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞ് പാസ്റ്ററെ മൈക്ക് കൊടുത്തു ഓടിപ്പോയി വണ്ടിയെ കയറി അവർ വീട്ടിൽ ചെന്നിരിക്കും. എന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കൊണ്ടിരിക്കുകയായിരിക്കും. വലിയ കാര്യം അവർക്ക് തന്നെ ജനങ്ങളോട് അവർക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവരാഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തപരമായിട്ടുള്ള ചില ദേവദാസന്മാർ എന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ആയിത്തീരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തില് ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, വരാത്തതിന്റെ കാര്യം ആ സമയത്ത് ആത്മീയ ദൂതുകളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും വരുന്നത് എന്നതാണ് നമ്മുടെ ഭാവി അറിയാന്നുള്ള എല്ലാവർക്കും അത് ആഗ്രഹം. ബേസിക്കലി ക്രിസ്ത്യൻ കൺസെപ്റ്റ് അതറിഞ്ഞ കർത്താവ് യോഹന്നാനെ പത്മോസിൽ അയച്ച് ദൈവസഭയുടെ ഭാവി ഇതാണ്. ഇതിൽ കൂടുതൽ നമ്മൾ എന്നെ അറിയണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാവി നിങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചാൽ മതി. ഏത് പുസ്തകം നിങ്ങൾ വായിക്കാൻ തുടങ്ങിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് പുസ്തകം വായന തുടങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആദ്യ ദിവസം പറഞ്ഞ ഈ പേര് വിളിച്ചു. വെളിപ്പാട് പുസ്തകം വായന തുടങ്ങിയോ നിങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ വായിക്കാതിരിക്കില്ല കേട്ടോ. ഇതിന് ജയം ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഭാഷ പറഞ്ഞ് നന്നായി. ഞാനത് വായിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇല്ലാത്ത എന്താ പറഞ്ഞ നൂലാമാലകൾ എന്റെ ജീവിതത്തിൽ വരും. അങ്ങനെയല്ല, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നും നമ്മൾ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് എന്താണെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് പല തടസ്സങ്ങൾ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെളിപ്പാട് പുസ്തകം അറ്റ്ലീസ്റ്റ് 3 അധ്യായം വായിച്ച് സഭകൾക്കുള്ള ദൂതുകളെങ്കിലും പഠിച്ചിരിക്കുന്നത് ഒരു ദൈവ ദാസനല്ല ദാസി അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, ഫൗണ്ടേഷൻ. ദേവദാസൻ പറഞ്ഞല്ലോ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന സബ്ജക്ട് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്താണെന്ന് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ദൈവരാജ്യത്തിലായിരിക്കുന്ന ജനങ്ങൾ പാലിക്കേണ്ട നിയമാവലികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമാവലി എഴുതിയ അല്ലെ നിയമാവലി സംസാരിച്ച യേശു ആരാണെന്ന് അറിയണം. യേശു എന്തിന് ഇത് പറയുന്നു, യേശുവിന്റെ അജണ്ട എന്താണ്, യേശുവിന്റെ ഏത് മെത്തേഡിലൂടെ കിങ്ഡം ഓഫ് ഗോഡിനെ റൂള് പ്രാവർത്തികമാകും, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ച വിഷയങ്ങൾ ഓടിയാണെന്ന് പറയാം. ഫൗണ്ടേഷൻ. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ വചനങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് അപ്പോൾ നമ്മളതാ ചിന്തിച്ചത്. അപ്പൊ യേശു പറയുകയാണ്, അതായത് യേശു തിരുവായ്മൊഴി തുറന്ന് മലമേൽ കയറി പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തോട്ട് വരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ വചനങ്ങളെ സൂക്ഷിക്കണം, ഈ വചനങ്ങൾ അനുസരിച്ച് നടക്കണം. ആ പറഞ്ഞതാണ് അതിന്റെ മെയിൻ മാഗ്നാക്കാർട്ട് അല്ലെങ്കിൽ അതിന്റെ സത്ത് എന്ന് പറയുന്നത്. യേശു എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് യേശു സ്വീകരിച്ച മാർഗങ്ങൾ
അപ്പൊ യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞു. 1-ാം അധ്യായത്തിലും യേശു എന്ന വ്യക്തിയെ കാണുവാനായിട്ട് സാധിച്ചു. എന്തിന് യേശു വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയാത്തിരുന്നു. തന്റെ ജനങ്ങളുടെ പാപങ്ങളെ നീക്കുവാൻ യേശു വന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാത്തിരുന്നു. യേശു എന്ന വ്യക്തി നമ്മൾ യേശു വിളിക്കുമ്പോൾ തന്നെ യേശുവിന് എന്ത് പേരിടണം, എന്തുകൊണ്ട് ആ പേരിടണം, യേശു ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം അത് എന്തിന് ആ പേര് നൽകിയെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാത്തിരുന്നു. രക്ഷിക്കുന്നവരാണ് യേശു. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് എത്തുന്നു. പാപത്തിൽ നിന്നുള്ള വിമോചനമാണ് യേശുവിന്റെ മെയിൻ അജണ്ട. അത് നമ്മൾ ചിന്തിച്ചു. ഇതാണ് എല്ലാവരും അംഗീകരിക്കുന്നതെന്ന്, അല്ലെ? ക്രിസ്തയേശു ലോകത്തിൽ വന്നുള്ളത് വിശ്വാസികൾ എല്ലാവരും അംഗീകരിക്കാൻ തക്കമായ യോഗ്യമായ വചനമെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. അല്ലാതെ മറ്റൊരു തരത്തിൽ യേശുവിനെ നമ്മൾ ഡോക്ടറായിട്ട് മാജീഷ്യനായിട്ട് ചിന്തിക്കരുത് നമ്മൾ ചിന്തിച്ചു. പിന്നെ ഇന്നത്തെ നമ്മൾ ചിന്തിച്ചത് എക്സ്ക്ലൂസീവായി ഒരു സാധാരണ ക്രിസ്ത്യാനിയും വേർപാടും വിശുദ്ധ ജീവിതവും അനുഷ്ഠിക്കുന്ന ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് മാത്രം എക്സ്ക്ലൂസീവായി കൊടുത്തിരിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. വരാത്തവർ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി, ഞാനത് പറയുന്നില്ല. നമുക്കൊന്ന് നൽകിയിട്ടുണ്ട് കേട്ടോ എക്സ്ക്ലൂസീവായിട്ട്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചിന്തിച്ചു. യേശുവിന്റെ ജനനം പ്രത്യേക രീതിയിലായിരുന്നു. യേശുവിന്റെ ജനനമല്ല, യേശുവിന്റെ കൺസെപ്ഷൻ, യേശുവിന്റെ ഉത്ഭവം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നമ്മൾ അതിനുശേഷം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. യേശു പിറന്നത് തന്നെ രാജാവായാണ് പിറന്നത്, അല്ലാതെ എന്താ പറയുക രാജകുമാരനായിട്ടല്ല. വിദ്വാൻമാർ PhD-ക്കാർ ചോദിക്കുകയാണ് വേർ ഇസ് ദ കിങ് എന്നാ ചോദിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിന്റെ നയപ്രഖ്യാപനം തുടങ്ങി. അതാണ് നമ്മൾ പറയുന്നത് യേശുവിന്റെ മാനിഫെസ്റ്റോ, യേശുവിന്റെ നിയമാവലികൾ. അതിനുശേഷം മാനസാന്തരത്തിന്റെ ആവശ്യം. യോഹന്നാനിൽ യേശു പോയി സ്നാനപ്പെടുന്നു. സ്നാനം, അതിന്റെ തത്വം, യേശു എന്തിന് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടു, അതൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിരുന്നു. യേശുവിന്റെ ദാസ്യ രൂപം കണ്ടു. കാൽവരിയിൽ ശുശ്രൂഷയുള്ള ബന്ധത്തില് യേശുവാകുന്ന മാർഗം നമ്മൾ കണ്ടു. നമ്മളെങ്ങനെയാ പറഞ്ഞത്? ലക്ഷ്യം മാർഗത്തെ എത്തിക്കുന്നതാണ്, മാർഗം ലക്ഷ്യത്തെ എത്തിക്കുന്നതാണ് എന്നത് നമ്മൾ ചിന്തയാണ്. യേശുവാകുന്ന മാർഗത്തിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന ആ പരമപ്രധാനമായ നമ്മൾ ആഗ്രഹിക്കുന്ന കുഞ്ഞാട് മുത്തുള്ള വാസസ്ഥലമാകുന്ന സ്വർഗത്തിൽ നമ്മൾ എത്തണമെങ്കിൽ യേശു വേണം. യേശു തന്റെ ജനത്തെ എങ്ങനെ വീണ്ടെടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ്. അതൊരു അത്ഭുതം കാണിച്ചോ അല്ലെങ്കിൽ കല്ലപ്പമാകട്ടെ കുന്നിന്റെ മുകളിൽ ചാടിയോ മലയുടെ മുകളിൽ നിന്ന് ചാടിയോ യേശു ജനങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചില്ല. യേശുവിന്റെ അജണ്ട യേശു ആരോടും റിവീൽ ചെയ്തില്ല. തന്നെ കൊടുത്താണ്, തന്റെ ജീവനെ തന്നെ കൊടുത്താണ് താനെ പാപത്തിലായിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നതെന്ന് യേശുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. യേശു അതിന് പകരം യേശുവിന്റെ സൃഷ്ടിപ്പ്, നമ്മള് പഴയ നിയമം 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ 31-ാം അധ്യായം നോക്കുമ്പോൾ യേശു മറുരൂപമായി നിന്നിട്ടുണ്ട് യേശുവിന്റെ ആദാമിന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തില്. ഇതുപോലെ തന്നെ യേശു കർത്താവ് പുതിയ നിയമത്തിലെ ദൈവരാജ്യത്തോടുള്ള കൺസെപ്റ്റ് വരുമ്പോഴും യേശു കൂട്ടുപ്രവർത്തകരെ ചേർക്കുന്നു. അതിനാൽ ഞാനും പ്രിയ അമ്മച്ചാനും പ്രിയ റൈച്ചാനും പ്രിയ മോഹൻ പ്രമോഹനങ്ങളും ഒക്കെ ഇരിക്കുന്നതിന്റെ ഇല്ലെങ്കിൽ ഭാഷകളും ഒക്കെ ആയിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന യൂത്ത് ലീഡേഴ്സും ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് എ പ്ലാൻ. യേശുവിന്റെ ഒരു പ്ലാൻ ഉണ്ട് അവരെ കുറിച്ച്. അത് നമ്മുടെ കഴിവല്ല, യേശു ചേർത്തിരിക്കുന്നതാണ്. പത്രോസിനെ തെരഞ്ഞെടുക്കുന്നു, സബദിപുത്രന്മാരെ തെരഞ്ഞെടുക്കുന്നു, യൂദായെ തെരഞ്ഞെടുക്കുന്നു, അങ്ങനെ അപ്പോസ്തലനായ പൗലോസിനെ തെരഞ്ഞെടുക്കുന്ന രീതിക്ക് വ്യത്യസ്തമായി എല്ലാവരും യേശു തെരഞ്ഞെടുത്തത്. യേശുവിനെ തിരക്കി ആരും പോയി ഞാനോ പ്രിയ എൽഡേഴ്സ് ആയിരിക്കുന്നവരോ പാസ്റ്റർമാരോ ഒന്നും യേശുവിനെ തപ്പിപ്പോയവരല്ല. യേശു നിങ്ങളുടെ ഹൃദയം തുറന്നു തന്നു. അതുകൊണ്ട് യേശുവിന്റെ വചനം അല്ലെങ്കിൽ ഒരു ദൈവദാസനിലൂടെ മെസ്സേജ് കേൾക്കുവാൻ ഇടയായി തീർന്നു. അത് യേശു തെരഞ്ഞെടുത്തതാണ്. യേശു തന്റെ സ്വർഗരാജ്യത്തിന്റെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഹി സെലക്ടഡ് സം ഡിസൈപ്പിൾസ്. യേശു തന്റെ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടു. അതിനുശേഷം കൂട്ടുപ്രവർത്തകരിച്ചിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ജനങ്ങൾ ഡിസൈപ്പിൾസും ചിന്തിച്ചു, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന യേശുവിന്റെ അമ്മയെ യേശുവിന്റെ സഹോദരന്മാരെല്ലാം ചിന്തിച്ചു യേശു രാജ്യം പണിയുന്നത് ഭൂമിയിലാണെന്ന്. യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലെ എന്റെ ശുശ്രൂഷ 3.5 വർഷം ഐഹിക ശുശ്രൂഷ എന്ന് പറയുന്നത് only for 3.5 years. പക്ഷെങ്കിൽ അതിനുശേഷം തുടർമാനമായിട്ടുള്ള ശുശ്രൂഷകളും തുടർമാനമായിട്ടുള്ള കിങ്ഡം ഓഫ് ഗോഡ് നടക്കാൻ പോണത് സ്പിരിച്വൽ തലത്തിലാണ്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്
ഒരു നിക്കോദിമോസിനോട് യേശു പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും നീ സ്നാനപ്പെട്ടില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറഞ്ഞു. അതിനുള്ള ബന്ധത്തിൽ ഞങ്ങളൊരു കോഴിയുടെയും ഒരു കഴുകിന്റെയും കഥ പറഞ്ഞു. ഉയരെ പറക്കുവാൻ, ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ലഭിക്കുവാൻ, ഭൂമിയിലുള്ളതിനെ ചൊറിഞ്ഞും ആ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകാതെ, കോഴി കുഞ്ഞുങ്ങളെ കൂട്ടാകാതെ ഉയരത്തിൽ ഹൈ ഫ്ലൈ, അങ്ങനെ ഉയരത്തിലുള്ള ചിന്താഗതികളിലേക്ക് ഉയർന്ന് കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മൾ ഇന്ന് ഇരിക്കുവാൻ തക്കത്തിനിടയായിട്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡിലെ ബ്ലെസ്ഡ്, ബി ബ്ലെസ്ഡ്, അത് മാക്രിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥമാണ്. മാക്രിയോസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. മാക്രിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥമാണ് ബി ബ്ലെസ്ഡ് എന്ന് ആക്കിയിരിക്കുന്നത്. അത് 8 ഭാഗ്യവചനങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു കാലത്ത് സീനായി മലയുടെ മുകളിൽ നിന്നും കൊണ്ട് ഈ യേശു കർത്താവ് നമ്മൾ വിളിക്കുന്ന യഹോവയാം ദൈവം മോശയ്ക്ക് 10 കൽപ്പനകളെ കൊടുക്കുകയാണ്. അതിനുശേഷം കൽപ്പനകളിൽ വീഴ്ചകൾ വരുത്തിയപ്പോൾ മോശയെ കൊണ്ട് തന്നെ ശേഖേമിൽ ചെന്ന് 2 മലമുകളിൽ വീണ്ടും യേശു കൂട്ടിക്കൊണ്ടുപോയി ആവർത്തന പുസ്തകം 28-ാം അധ്യായമാകുന്ന അനുഗ്രഹവും ശാപവും എന്ന സബ്ജക്ട് കൊടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം പാലസ്തീനിലെ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് നമ്മുടെ അരുമനാഥനായ യേശു പറയുകയാണ്, അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ. എന്റെ ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ഇതിലൊന്നുപോലെ നിങ്ങൾ കുറവ് വരുത്തിയാൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെ യേശു പാലസ്തീനിന്റെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡിൽ ആയിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഇതിൽ നിന്ന് ഒരു പള്ളിയോ പുള്ളിയോ മാറ്റുവാൻ സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം വേഗത്തിലൊന്ന് വായിച്ചേ. ഞാൻ അതൊന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കയറാം. 2 കൊരിന്ത്യർ, നിങ്ങൾ ആരും വിഷമിക്കണ്ട, കറക്റ്റ് ടൈമിൽ ഞാൻ നോക്കുന്നത്. അതിന് 7-ാം വാക്യം, എങ്കിൽ നീ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം അവൻ പകർന്നിരിക്കുന്നത് ഞാനും നീയും ആകുന്ന മൺകൂടാരത്തില. നമുക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. ക്രൂശിക്കപ്പെട്ട യേശു, അവൻ പകർന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റ്, ഇതിന് മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 4 വായിച്ചിട്ട് 4 വായിക്കുന്നതിന് തുടക്കം ഇങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാകിയാൽ ഞങ്ങൾ അവഹേളിക്കപ്പെടാതെ ലജ്ജാകരമായി ഞങ്ങൾ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. യേശു വിളിച്ചു വാങ്ങിയതാ പാലസ്തീനിന്റെ മുകളിൽ നിന്ന്, പാലസ്തീനിന്റെ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന്, ഒരു മൊട്ടക്കുത്തല്ല, അത് സമതലമെന്ന് ലൂക്കോസിന്റെ 6-ാം സുവിശേഷത്തിൽ നിന്ന് വലിയൊരു കുന്നിന്റെ മുകളിൽ 1000 പേർക്ക് ജനിക്കത്തക്ക രീതിയിലുള്ള സജ്ജീകരണം ദൈവം പൂർവ്വകാലത്തെ സൃഷ്ടിച്ചിട്ടിരുന്നു. അവിടെ യേശു വിളിച്ചു പറയുകയാണ്, ഈ വചനങ്ങളിൽ ഒന്നുപോലെ നിങ്ങൾ കുറവ് വരുത്തിയാൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതിനെ പാലിക്കുന്നവർക്ക് അവർ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഭാഗ്യവചനങ്ങൾ. ഞാൻ അയ്യോ കഷ്ടം എന്നുള്ള സബ്ജക്ട് കർത്താവ് അനുവദിച്ചാൽ വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. മത്തായിയുടെ സുവിശേഷം ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കണ്ണുകളടയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഞങ്ങളുടെ നിത്യപിതാവേ, നീ ആകുന്നവൻ നീ ആണല്ലോ. നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തിരുവായി പറഞ്ഞ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ബിയാറ്റിറ്റ്യൂഡ്സ്, ആ സ്വർഗീയ മണ്ഡലത്തിലെ ആലോചനകള് ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങൾ ദൈവസഭയായി പാലസ്തീനിന്റെ കുന്നിന്റെ മുകളിൽ ഇരുന്ന് ഞങ്ങളുടെ അരുമനാഥൻ പറഞ്ഞപ്പോൾ ശ്രദ്ധയോടെ കേട്ടതുപോലെ ജനങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവേ എന്ന് ജനങ്ങളുടെ ഹൃദയവും അവരുടെ ചെവികളും അവരുടെ കണ്ണുകൂടങ്ങളും ദൈവവചനത്തിന്റെ ശ്രദ്ധയ്ക്കായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് തുറന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മറന്നിരിക്കുന്ന മർമ്മങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കർത്താവെ ആഗ്രഹിക്കുമ്പോൾ ബുദ്ധിക്കൊത്തതല്ലപ്പ, ആത്മാവിനൊത്തതും വചനത്തിൽ ഒരു വള്ളി പോലും പുള്ളി പോലും കുറയ്ക്കാതെയും കൂട്ടാതെയും തിരുവാതിർന്ന് സംസാരിച്ച തരത്തിൽ അടിയൻ സംസാരിക്കാൻ ശക്തീകരിക്കേണ്ടതായിട്ട് ആത്മാവിന്റെ ഏത് ശക്തിയെ ചോദിക്കുന്നു. പരിശുദ്ധനത് പകർന്നിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ,
യേശു സംസാരിക്കുന്ന സബ്ജക്റ്റ് നിക്കോദിമോസിനോട് പറയുകയാണ്. നിക്കോദിമോസ് എന്ന വലിയ പുള്ളി ഒരു ദിവസം ചെന്ന് ചോദിച്ചു യേശുവിനോട്, യേശു അപ്പച്ച എനിക്ക് നിന്റെ രാജ്യത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശു പറഞ്ഞു, നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു. എന്റെ അടുത്ത് ഒരാളൊരു ഗോസ്പൽ സുവിശേഷം കേട്ടെടുത്തും പറഞ്ഞു പറയുകയാണ്, നിന്റെ യേശുവിനെ എനിക്ക് യേശുവാകണം, നിന്റെ യേശുവിനെ പോലെ യേശുവിനെ എനിക്കും ആരാധിക്കണം, എനിക്ക് അതിനായിട്ട് താല്പര്യമുണ്ടെന്ന് ഞാൻ നോന്ന് പറയത്തില്ല. ഓക്കെ, എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ വശീകരിക്കും. ലാവണ്യ വാക്കുകളാൽ നമ്മളവരെ യേശുവിന്റെ പക്ഷത്താക്കും. പക്ഷെങ്കിൽ യേശു പറഞ്ഞു, നിക്കോദിമോസേ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു. ഈ വെള്ളത്താലും ആത്മാവിലും അവനെന്ന വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യേശു ഉയരത്തിലെ കാര്യം പറയുമ്പോൾ അവൻ ഉദരത്തിലെ കാര്യം, യേശു വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറണം. യേശു പറഞ്ഞു, വിട്. I'm not talking about the realm on the ground. I'm talking about the realm, spiritual, upper. ഈ നിക്കോദിമോസ് രക്ഷപ്പെട്ടതായിട്ടൊന്നും വചനം പറയുന്നില്ല. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവർക്ക് കിങ്ഡം ഓഫ് ഗോഡിൽ സ്ഥാനമുണ്ട്. പക്ഷെ അവർ പാലിക്കേണ്ട നിയമങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ഈ ലോകത്തെ കാര്യമല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം ഇതിനോടുള്ള കമ്പാരിസൺ ആണത്. അതിൽ എഴുതിയിരിക്കുന്ന ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. ഞാൻ ആ വാക്യം എടുത്തതിൽ ലൂക്കോ 6:20 നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ജഡ സ്വഭാവം നീക്കി ഞാൻ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. കാര്യം ഇന്നും കൊണ്ട് എനിക്ക് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഈ സബ്ജക്ട് നിർത്തി നാളെ നമുക്ക് വചന ശുശ്രൂഷ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന രീതിയിലും ശുശ്രൂഷകളെ നമ്മൾക്ക് കൈമാറപ്പെടേണ്ട ദിവസമാണ് നാളെ. അതുകൊണ്ട് ഈ സബ്ജക്ട് ഞാൻ ഇന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം മറിഞ്ഞിരിക്കുന്നതിനെയും കർത്താവ് നമ്മൾക്ക് നൽകിയിട്ട് കരങ്ങളിൽ എത്താത്തതിനെയും വാഗ്ദത്തം ലഭിച്ച് നമ്മൾ നാളെ പകൽക്കാലം നമ്മൾ നഷ്ടപ്പെട്ടതിന്റെ സംവത്സരങ്ങൾക്കൊത്ത് മടക്കിയെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് കേൾക്കുന്ന വചനങ്ങളെ കർത്താവ് ഇന്ന് പേ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. നാളെ നമ്മുടെ വിടുതലിന്റെ ദിവസവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ജഡസ്വഭാവം നീക്കി ദിവ്യ സ്വഭാവത്തിന് ഉടമകളാകുന്നവരെ ചേർക്കുവാൻ യേശു കിങ്ഡം ഓഫ് ഗോഡിന്റെ ഡോർ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിലും നമ്മുടെ മനുഷ്യരാകുന്ന പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം, ആദാമിന്റെ പാപം പെരുകുന്ന ഈ ശരീരം, എങ്ങനെ ഈ പാപം പെരുകും? ഞാൻ ഈ അടുത്ത് ചിന്തിച്ചൊരു വിഷയമാണ്. വാച്ച്മാൻ ബി എന്ന് പറയുന്ന ഒരു വലിയ കത്തദാസൻ ഉണ്ടായിരുന്നു. 1890കളിൽ ജീവിച്ചിരുന്ന അമേരിക്കയിൽ ജീവിച്ചിരുന്ന ദേവദാസനാണ്. അദ്ദേഹം ചൈനയിൽ നിന്ന് കുടിയേറി പാർത്ത് വാഷിംഗ്ടൺ പോലെയുള്ള സ്ഥലങ്ങളിൽ അനേക യൂണിവേഴ്സിറ്റികളിൽ പ്രസംഗിച്ചു. വാച്ച്മാനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് വായിക്കാൻ ഇടയായി തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ശരീരം അതുകൊണ്ട് ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിപ്പിച്ചത് ഇത് ജഡമാണ്. പക്ഷെങ്കിൽ യേശുവിന് പ്രസാദം ഈ ജഡത്തില് അവന്റെ ആത്മാവിനെ പകരുവാനാണ്. കാര്യം ജഡം ഇത് മണ്ണാണ്. നിങ്ങൾക്കറിയാം, പൗലോസ് പറയുന്നുണ്ട്, നട്ടവനെന്നില്ല നനച്ചവനെന്നില്ല വളർത്തുമാറാക്കുന്നത് യേശു അത്രേ. ഒരു സൈഡിൽ അത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ നിൽക്കുകയാണ്, ഞാനും നടുന്നില്ല, ഞാനും വളർത്തുന്നില്ല, ഞാൻ വളർത്തും. കാര്യം ഈ ശരീരത്തിൽ പാപം പെരുകും. ഇത് മണ്ണാണ്. ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യും, റിസീവ് ചെയ്യും. ഈ ഭൂമിയിലായിരിക്കുന്ന സകല മാലിന്യത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ശരീരമാണ്. ഇതിൽ വീഴുന്ന മാലിന്യത്തെ ഈവൻ ഡെവലപ്പ് ചെയ്യും. ഇത് വളരുക തന്നെ ചെയ്യും. ഇത് മണ്ണാണെന്നുള്ള തിരിച്ചറിവ് ഇന്നും ക്രിസ്ത്യാനികൾക്ക് ഇല്ല എന്നുള്ളതാണ് പരമപ്രധാനമായ ദുഃഖം. ഇതൊരു വെറും മണ്ണാണ്. ഇതിലേത് പാപത്തിന്റെ കണിക വീണാലും അതിനെ പരിപോലിപ്പിക്കുവാൻ തക്കത്തിലുള്ള ശേഷി ഈ മണ്ണിലുണ്ട്. ചൂട്, ഓക്സിജന്, വിയർപ്പ് കണങ്ങളാകുന്ന വെള്ളം എല്ലാം തന്ന് നമ്മുടെ ആത്മമണ്ഡലത്തെ ഇത് നശിപ്പിക്കുന്നത് കഴിയും. യേശു അതുകൊണ്ട് നിക്കോദിമോസിനോട് പറഞ്ഞു, നിന്റെ ജഡ സ്വഭാവത്തെ വിട്ട്, നിന്റെ മനുഷ്യ സ്വഭാവത്തെ വിട്ട്, നിന്റെ പൈശാചിക സ്വഭാവത്തെ വിട്ട്, നിന്റെ മൃഗ സ്വഭാവത്തെ, നിന്റെ ദേഷ്യങ്ങളെ മാറ്റി നീ ഇന്ന് ആത്മസ്വഭാവത്തിന് അനുരൂപനാകും. നിക്കോദിമോസ് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നിനക്കും എനിക്കും ഒരുപോലെ കിങ്ഡം ഓഫ് ഗോഡിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആ സബ്ജക്റ്റിന്റെ പൂർണ്ണതയിലേക്ക് എത്തിരിക്കുമ്പോൾ അതിന് നമ്മൾ ആണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കിങ്ഡം ഓഫ് ഗോഡിന്റെ നേച്ചർ വി ഷുഡ് ആക്ട് ഇറ്റ്. നമ്മളത് പ്രകടിപ്പിച്ചേ മതിയാവുകയുള്ളൂ. മാനിഫെസ്റ്റേഷൻ യേശുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അവ മുഴു ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി സ്വന്തം ഓമനകുമാരനെ ക്രൂശിൽ പ്രകടിപ്പിച്ചു മരിപ്പിച്ചു. നിങ്ങൾ ആരാധനയ്ക്ക്, ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ പറഞ്ഞു, ജൂയിഷിന് ആരാധനയ്ക്ക് ഒരു രീതി തന്നെയുണ്ട്. അഡോറേഷൻ എന്ന 4-5 സബ്ജക്റ്റ് നാളെ പറഞ്ഞോളാം. ഈ ആരാധന യഹോവ ഈരേ നമ്മൾ പാടും, അല്ലെങ്കിൽ യു ആർ ദ ഹൈയസ്റ്റ് ഹോളി എന്ന് പറയുമ്പോൾ അവരിങ്ങനെ മോണസ് അവർ പ്രത്യേക ആരാധന, ഞാൻ എന്റെ പേരുകളൊക്കെ നാളെ പറയാം. ആ രീതിയിൽ അവർ ആരാധിക്കും. നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുക്കുന്നെങ്കിൽ
നിങ്ങൾ ഒട്ടും ലജ്ജിക്കേണ്ട. നമ്മുടെ കർത്താവ് വരാൻ സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷങ്ങളെയും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളെയും നിങ്ങൾ ക്രൂശിൽ, വചനം ഇങ്ങനെയാണ്, രാഗമോഹങ്ങളെ ക്രൂശിൽ നമ്മൾ ബന്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കിങ്ഡം ഓഫ് ഗോഡിലെ നിയമങ്ങളിലേക്ക് കയറുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷങ്ങളെയും ലക്ഷ്യങ്ങളെയും പ്രതീക്ഷകളെയും എന്നിവയെ പിന്തള്ളി ദൈവരാജ്യം ആത്മാവിൽ ദരിദ്രരായ കർത്താവ് വാഗ്ദത്തം നൽകുന്നു. നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കയറിയാൽ 80, 90, 100, 110 വയസ്സ് വരെ ജീവിക്കും. ഈ 110 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യനോട് ഇന്ന് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണെന്നറിയാവോ? ഇന്നും ഇവിടെയുള്ള ഏറ്റവും നല്ലൊരു കായിക ബലമുള്ള ഒരു മനുഷ്യരോട് ചോദിച്ചു, അദ്ദേഹം നടക്കുന്ന പോലെ നടക്കണം. രാവിലെ മോർണിംഗ് വാക്കിന് പോകണം, ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിക്കണം, വൈകുന്നേരം നല്ലൊരു ബ്രേക്ക് ഫുഡ് കഴിക്കണം, വൈകിട്ട് നല്ല കഴിച്ച് ആരോഗ്യദൃഢനായി തീരണം, ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി തീരണം. അല്ലെങ്കിൽ ജിമ്മിൽ പോണ ആരോടെങ്കിലും ചോദിച്ചാല്, ഞാൻ കഴിഞ്ഞ ഒരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ഞാനിങ്ങനെ ദേവദാസൻ പരിചയപ്പെടുത്തി, നമ്മുടെ ഭാഷയെ പരിചയപ്പെടുത്തി, ഇത് UK എന്നുള്ള ദേവദാസൻ, ദേവദാസാണ്, ഇത് UK എന്നുള്ള ഒരു സഹോദരനാണ്. പുള്ളി എന്നെ കൈ പിടിച്ചു. ഞാൻ സത്യത്തിൽ 2-3 മിനിറ്റ് എടുത്തു, ഇങ്ങനെ കുടഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനം മുഴുവൻ എന്റെ ദേഹത്ത് അറ്റാക്ക് ചെയ്തത്. ഞാൻ അവിടെ ഇരുന്ന് ഞെളുകരി കൊണ്ട് എന്റെ വയസ്സിന് മനസ്സിലായി. നമ്മുടെ കണ്ണെന്ന് മാത്രം അവർക്ക് അറിയാമല്ലോ. ഞാനിങ്ങനെ ഇരുന്നു, എന്നോട് ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു, നിനക്ക് അവിടെ പറഞ്ഞാൽ ശരിയായിക്കോളും. എന്റെ കയ്യിലിരുന്ന് പുകയിലും. അത് കഴിഞ്ഞ് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടാ സ്വഭാവത്തിന്റെ നമ്മുടെ സ്വഭാവം ഭയങ്കര കഷ്ടമാണെന്ന് നമ്മുടെ പുള്ളിക്ക് മനസ്സിലായി. ഞാൻ എവിടെയോ ഒന്ന് നമ്മളെന്താ ഗാർണിഷിങ് ചെയ്തതാണ്. പുള്ളി പോകാറായപ്പോ തന്നെ മനസ്സിലായി ഞാൻ ഭാഷമാണ്. ഇങ്ങനെ കൈ കൊണ്ടുവന്ന് ഷെയ്ക്കാൻ ചെയ്തോളാം. ഞാൻ പിന്നെ പിടിച്ച് കുന്നുകുലുക്കി. എന്താണെന്നറിയോ, ജഡസ്വഭാവം പൊട്ടിക്കണമെങ്കിൽ ആത്മാവിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പൊ ജിമ്മിൽ പോണതാണെന്ന് എനിക്ക് ഗ്രഹിക്കാൻ പറ്റി. കാരണം ഞാൻ അവിടെ ഈ സമയത്ത് മസിലും അദ്ദേഹത്തിന്റെ ആ ഫിംഗറും ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ അടച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞതിന് നിങ്ങളുടെ ആത്മത്തിൽ എടുക്കണേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ജിമ്മ് പോണ ആളാണെന്ന്. ഇവരോട് ഞാൻ പറയാൻ വന്നതാണ്, ഈ ജിമ്മിൽ പോണ ഒരാളോട് ചോദിക്കണം, ആർ യു ഹാപ്പി? നെവർ. അവര് ജിമ്മിലുള്ള ഡോറിലൂടെ അവർക്ക് അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ അർണോൾഡ് ഷ്വാർസ്നെഗറിനെ കൂട്ട് മനസ്സിലായാൽ അവർ പറയും വി ആർ നോട്ട് ഹാപ്പി. യേശു പറയുകയാണ്, അത് ജഡം, നീ ആത്മലോകത്തേക്ക് വാ. ഇതുപോലെ അശ്രദ്ധനായിരിക്കണം നീ ആത്മാവിന്റെ കാര്യത്തിൽ. ഇത് എത്രയധികം നീ പ്രാപിച്ചാലും പോരപ്പാ 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 പോരാ. ഇതൊന്നുമല്ല നീ എനിക്കായി കരുതിയിരിക്കുന്നത്, എനിക്കായി നീ വലിയത് കരുതിയിരിക്കുന്നു. അതിനാൽ ഞാൻ ഇന്നുള്ളത് തൃപ്തനല്ല. യേശുവേ, നിന്റെ ആത്മാവിന്റെ കൊടിയ കാറ്റ്, കൊടിയ ശക്തി, കൊടിയ ആലോചനകള്, കൊടിയ ശുശ്രൂഷകള് എന്റെ മേലെ പകർന്നാട്ടെ. ഇതാണ് ആത്മാവിന്റെ കാര്യത്തിന്റെ അവസ്ഥ. നമുക്കൊരു സഭയറിയാം, ലവോദിക്ക സഭ. ഇന്ന് അതാ നമ്മുടെ വിഷയം. ലവോദിക്ക സഭയെ കുറിച്ച് ഞാൻ വെളിപ്പാട് പുസ്തകം സത്യത്തില് ബൈബിൾ ക്ലാസ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 2 സബ്ജക്ട് എടുത്ത് വെളിപ്പാട് പുസ്തകം 3 അധ്യായം സംസാരിക്കും. പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദേവദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു, ബിജു ബ്രദറെ, ആർ യു പ്രിപ്പയറിംഗ് ഫോർ എനിത്തിങ്? ഞാൻ പറഞ്ഞത് ഓക്കെ, എന്താണ് ആ സബ്ജക്ട് വേണമെന്ന്. ഞാൻ അതുകൊണ്ട് അത് മാറ്റിയത്. വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചാൽ ഒത്തിരി വിഷയങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. നിങ്ങൾ വായിക്കാൻ പോലും ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അതെടുത്ത് നടന്നില്ല. നിങ്ങൾ എപ്പോഴും നടക്കുവാണെന്ന് അറിയണേ. ലവോദിക്ക സഭ, അവർക്കൊരു ഗമണ്ട് ഉണ്ടായിരുന്നു. ഹിന്ദിയിൽ ആ വാക്ക് ഗമണ്ടെന്ന്, അഹംഭാവം ഉണ്ടായിരുന്നു. എന്തുവാണെന്നറിയാവോ? ഞങ്ങള് ആത്മീയ നിലവാരത്തിൽ വലിയ സമുന്നതയിൽ നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് ഞങ്ങൾ സമുന്നതയിൽ നിൽക്കുന്നു, വിശുദ്ധിയിൽ ഞങ്ങൾ സമുന്നതയിൽ നിൽക്കുന്നു. അവര് എന്താ പറഞ്ഞത്, യേശുവിന്റെ ആത്മാവിന്റെ എരിവിന്റെ കാര്യത്തിൽ അവർ വലിയ തീക്ഷ്ണതയിൽ നിൽക്കുന്നു. ഇങ്ങനെ അവർക്കില്ലാത്തതിനെ പെരുപ്പിച്ച് ലവോദിക്ക സഭ നിൽക്കുമ്പോൾ പത്മോസിൽ നിന്ന് ദൂതനോട് വരികയാണ്, ലവോദിക്ക സഭ, നീ ശീതോഷ്ണവാനായിരിക്കുന്നു. നിന്റെ ആത്മീയ ശക്തിയും നിന്റെ വിശുദ്ധിയും ക്ഷണിച്ച് നീ ശീതോഷ്ണവായിരിക്കുമ്പോൾ ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന സ്വയം ദുരഭിമാനം. നിങ്ങളെ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം, പ്രകടനങ്ങളുടെ ഏറിയല്ല ദൈവസഭ. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം.
ദൈവം ആരാധന ആഗ്രഹിക്കുന്നു, ദൈവ മാനിഫെസ്റ്റേഷൻ, ദൈവ പ്രകടനങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ലെവലത്ത് നീ ആരാധിക്ക്. നീ എന്നിട്ട് പറയണം, അപ്പാ, ഓ പിതാവേ, മക്കൾ മുട്ട യോജിച്ചാൽ തേടനെ കൊടുക്കത്തില്ലല്ലോ. ഓ, യാചിക്കുന്ന ഏവന് നൽകുമെന്ന് വചനമുണ്ടല്ലോ. കർത്താവേ, ഞാന് യാചിക്കുന്നവന്റെ അവസ്ഥയിൽ നിന്നും അന്വേഷിക്കുന്നവന്റെ അവസ്ഥയിൽ നിന്നും മാറ്റി എന്നെ നീ മുട്ടുന്നവന്റെ അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ഗ്രഹവിചാരകരാകുന്ന എനിക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ, എന്റെ അടുത്ത് നിന്ന് ആരാധിക്കുന്നവരെ പോലെ, എന്റെ അടുത്ത് നിന്ന് ആരാധിക്കുന്നവരെ പോലെ ആരാധിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടപ്പ. എന്റെ മേലിന്റെ ശക്തി അയക്ക്. ഉയരത്തിൽ ദൈവം മറുപടി നൽകി നിങ്ങളെ ആദരിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും ഒരു ദിവസം ഉത്തരമേ പറഞ്ഞുള്ളൂ, അയക്ക് തീ. തീയാൽ ഉത്തരം പറഞ്ഞ ദൈവത്തെ ഞാൻ നീ ഒരുപോലെ ആരാധിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകടനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയും. കരങ്ങളുടെ അടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ജഡാവസ്ഥയും നമ്മുടെ തകരട്ടെ, എല്ലാ ലൗകിക ചിന്തകളും തകരട്ടെ. നമുക്ക് പരമപ്രധാനം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ അരിമനാഥനുമായിട്ടുള്ള ആ വിശുദ്ധ സംസർഗമാണ്. ആ സമാഗമനത്തിനായിട്ട് എന്റെ ബോഡി, എന്റെ മനസ്സ്, എന്റെ സോള്, എന്റെ ബുദ്ധി, എന്റെ വികാരങ്ങള്, എന്റെ ഇച്ഛ, എന്റെ ബലം, എന്റെ ധനം, എന്റെ മാനം എല്ലാം ഞാൻ എഴുതുന്നു. ഇങ്ങനെ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥനയുടെ ഫലം യേശു കർത്താവ് യോഹന്നാൻ 14 കാണിക്കുന്നുണ്ട്. ഒരു മാറ്റത്തിന്റെ കാറ്റ്. ഞാൻ അത് പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, ഇന്ന് മുതൽ കിങ്ഡം ഓഫ് ഗോഡിന്റെ നേച്ചറും കിങ്ഡം ഓഫ് ഗോഡിന്റെ ക്യാരക്ടറും അതിന്റെ റെയിനും അതിന്റെ റൂളും പരിപാലിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ദേശീയർക്ക് കാണിച്ച് ദൈവം പ്രകടിപ്പിക്കും. യേശു പറഞ്ഞിട്ടുണ്ട്, നീ ആത്മാവിൽ ദാരിദ്ര്യമാണോ? ഞാൻ സമ്പൂർണ്ണതയുള്ള ദൈവം. സമ്പൂർണ്ണത കഴിഞ്ഞപ്പോൾ അവൻ ഈ യഹൂദിയായി വന്ന് എന്നെയും നിന്നെയും പുറം ജാതിക്കാരനായിരുന്ന എന്നെയും നിന്നെയും രക്തക്കോട്ടയ്ക്കുള്ളിലാക്കി മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അമർത്തി കുലുക്കി നമ്മൾ വരും. അന്നേരം നിങ്ങൾ പറയണം, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അപ്പാ പിതാവേ, ഈ അത്യന്ത ശക്തി എന്റെ മേൽ പകർന്നിരിക്കുന്നത് ഇതിലേക്ക് ദാനമായി തന്നിരിക്കുന്നു. ഞാൻ പുകഴാതെ പ്രശംസിക്കാതെ ഇരിക്കുവാൻ ഇത് ഇവൻ കൂടാരത്തിലാണല്ലോ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. അടുത്തത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ദുഃഖത്തിനെ കുറിച്ച് 3 സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ആപ്റ്റായ ഗ്രീക്ക് വേർഡാണ്. അതിന് വലിയൊരു ഗ്രീക്ക് വേർഡ് അതിലില്ല. അതായത് ഗ്രീക്കിലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കർച്ചലിനെ കുറിച്ചിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വേർഡാണ് ആ ഗ്രീക്കിൽ ഇട്ടിരിക്കുന്നത്. അതായത് നെഹമ്യാവ് ഇത് ചെയ്യുന്നുണ്ട്, സീയിങ് അവർ സിൻ ആൻഡ് ക്രൈങ്. എന്റെ പാപാവസ്ഥയെ ഓർത്ത്. ഞാൻ പറഞ്ഞല്ലോ, ലവോദിക്ക സഭ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പാറ്റവും പോലെ നിൽക്കട്ടെ. ഞാനിപ്പോ പറയും ഞാൻ വിശുദ്ധനാണ്. പക്ഷെ ഒരു വശം ദേശം പറയുന്നുണ്ട് നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലെന്ന്. മറുവശം നമ്മൾ പറയുന്നത് നമ്മൾ നീതീകരിക്കപ്പെട്ടുവെന്ന്. നമ്മൾ നീതീകരിക്കപ്പെട്ടുകൊണ്ടേ എനിക്ക് വെച്ച പ്രോസസിങ്. ദുഃഖിക്കുക, എന്ത് കാര്യത്തിൽ നമ്മൾ ദുഃഖിക്കണ്ടേ? നമ്മുടെ ദുഃഖം എന്താണെന്നറിയോ? തമ്പാച്ചായനെ പോലെ ഒരു ബ്ലാക്ക് ലാൻഡ് ക്രൂസർ. എന്റെ ദുഃഖം അതൊക്കെയാ. ഞാൻ ആലങ്കാരികമായി പറയുകയാണ്, തമ്പാച്ചായനെ പോലെ ഒരു ലാൻഡ് ക്രൂസർ. ആരെങ്കിലും ഇവിടെയുള്ള ഒരു BMW 740 സീരീസ് ഒരു ഡീസൽ വണ്ടി, ഒരു ഹൈപോഷ് വീട്, മക്കളെല്ലാം ഒരാഴ്ച മകളെ പോലുള്ള ഡോക്ടറും എഞ്ചിനീയേഴ്സും. ആരോഗ്യത്തിനൊന്നും ക്ഷയം വരരുത്. കണ്ടാൽ ആരെങ്കിലും ഒരു നമ്മൾ ചെല്ലുമ്പോൾ എന്നാ ഉണ്ട് സാറേ സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. ഒരു നല്ല അവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് പവറിലാകണം. കൂടെയുള്ള അമ്മയ്ക്കും ക്ഷയങ്ങളൊന്നും വരരുത്. ഞങ്ങൾ ഇങ്ങനെ ഒരു 100-500 വർഷം കൂടി ജീവിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് അച്ഛാന്റെ പോലെ ഒരു കാറ് തരും, ഒരു വെടി തീർന്നാൽ മതി, പഞ്ചർ, ഒരു ടയർ. ദുഃഖമായി, എന്താ അച്ഛാന്റെ കാറ് പോണില്ല, എന്റെ മാത്രമേ പോണത്, എന്താ അതിട്ടു അടുത്തതിട്ടു, ഇത് വീണ്ടും പോവും. നമ്മൾ കരയാൻ തുടങ്ങും. യേശു കർത്താവ് പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അതുമായിട്ടൊന്ന് സിങ്കാവും. കുഴപ്പമില്ലെന്ന്, ഇതൊക്കെ ദൈവമക്കൾക്കുള്ളതാ. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദുഃഖം സാത്താന്യ തന്ത്രമാണ്. അതിനെ നമ്മൾ മുളയിലേ കാണണം. മുളയിലെ
എന്റെ ജീവിതത്തിൽ അടുത്ത് 2 വണ്ടി വെടി എന്ന് പറഞ്ഞാൽ കത്തിപ്പൊട്ടി തീർന്നുപോയി. ബിജെപിയുടെ മീറ്റിംഗ് ഞങ്ങളവിടെ വെച്ചിരിക്കുക, റിവൈവൽ ഫെസ്റ്റ് 2013. ആ സമയത്ത് ഒരു മീറ്റിംഗിന് ഞാനും എന്റെ വൈഫും സൺഡേ ആരാധനയുള്ള ബന്ധത്തിൽ ഞങ്ങളൊരു 150 മൈൽ അപ്പുറയാണ്, ഹോളിഡേയ്സിലാണ്. സൺഡേ ആരാധന ഞങ്ങൾക്ക് മിസ്സാക്കാൻ പറ്റുന്നത് ചില പാസ്റ്റർമാരുടെ ചർച്ചകളുണ്ട് യൂറോപ്യാല്. എങ്കിലും ഞാൻ ചിന്തിച്ചു, ആരാധനയല്ലേ, ഹോളിഡേക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് രാവിലെ പോകാം. ഞാനും ഞങ്ങളുടെ ഇളയ കുഞ്ഞുമായി നമ്മൾ വണ്ടിയിൽ ഭയങ്കര ഓവർ സ്പീഡിൽ പോയി. പോകുന്ന വഴിക്ക് നിങ്ങളിവിടെ ഹൈവേ എന്ന് പറയുന്ന റോഡിൽ വെച്ച് എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ പടക്കം അടിച്ചു പോയി. എന്താ പറഞ്ഞത്? പൊട്ടിപ്പോയി. ദൈവം നമ്മളെ കാക്കുക എന്നൊക്കെ പറയത്തില്ല. 20-30 മൈൽ സ്പീഡിൽ പോയൊരു വണ്ടി മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് 6 വർഷം മുമ്പ് മോട്ടോർവേയിൽ തുടങ്ങിയപ്പം മലക്ക അടിച്ചു പൊട്ടി മലയാളികൾ 6 പേര് മരിച്ചുപോയി ഒരു MPV വണ്ടിയിൽ നിന്ന്. ഇതേ സംഭവത്തിൽ 120 മൈൽ സ്പീഡിൽ പോണ എന്റെ വണ്ടി 120 അല്ല പോയത്, നമുക്കൊരു ലിമിറ്റ് പറയണല്ലോ. 120 മേലെ ഞങ്ങൾ പോണത് എത്തേണ്ടതിനാൽ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ടയർ പോയിട്ട് മുമ്പിൽ പുറകെ വന്നവൻ മുമ്പിൽ കയറി ഞങ്ങളെ കാണിച്ചു, ഇതിന്റെ ടയർ പഞ്ചറായിരുന്നു. ഞാൻ സുജയോട് പറഞ്ഞു, ദൈവസഭയിലോട്ട് പോണതിനിടയ്ക്ക് ഒരു മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കും, അവന്റെ മുമ്പിൽ ഓടിച്ചിട്ട് പിന്നെ കയറി. നമ്മള് മോശമല്ലോ, ശീതോഷ്ണമാണല്ലോ, നമ്മൾ ഉഷ്ണമാണല്ലേ. അവൻ പിന്നെയും ഞങ്ങളെ ബ്രേക്കിട്ട് കാണിച്ചു. സൈഡിൽ നിർത്തിയിട്ട് മനസ്സിലായത് വണ്ടി തീർന്നു. വണ്ടിയുടെ അത്ര സ്പീഡിൽ ഓടിയപ്പോഴത്തേന് അതിന്റെ എല്ലാ സാധനങ്ങളും പോയി. ഞങ്ങളുടെ വണ്ടി കൊണ്ട് സ്ക്രാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു. 200 പൗണ്ട് കിട്ടി. അടുത്ത വണ്ടി പോയി മേടിച്ചു. വേഗത്തിൽ തന്നെ ബീജിൽ മീറ്റിംഗ് നടത്താനുള്ള പ്ലാനല്ലേ, അത് മേടിച്ചു. ബീജിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ദേവദാസനെ ശ്രീലങ്കയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ മീറ്റിംഗിനായിട്ട് കൂടി ലണ്ടനിലോട്ട് പോകണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേറൊരു വണ്ടി കൊണ്ടുണ്ട്. ഞങ്ങള് ആ വണ്ടി ഒക്കെ കൊടുത്തു വിട്ടു. രാത്രി ഞങ്ങളെല്ലാം സുഖമായി കിടന്നുറങ്ങി. PG കൊണ്ട് ഞങ്ങളുടെ വീട്ടില് ഒരു 2 മണിയായപ്പം വിളി, പാസ്റ്ററെ എന്ത് പറ്റി? ബർമിംഗ്ഹാം വെച്ച് വണ്ടിയുടെ എഞ്ചിൻ കത്തി. വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഫയർ എഞ്ചിൻ എല്ലാം വന്ന് ഇവിടെ ഭയങ്കര പുകയും ബഹളവും. പാസ്റ്റർ എന്നാ വണ്ടിയാണ് ഞങ്ങൾക്ക് തന്നുവിട്ടേ. ഞാൻ പറഞ്ഞു, എന്റെ വണ്ടിയുടെ കുഴപ്പമില്ല, നിങ്ങളെ പോലുള്ളവർക്ക് തന്നാൽ നമ്മളങ്ങനെ പറഞ്ഞു. അവൻ എന്റെ വണ്ടിയെ കേറുകൊണ്ട് പഞ്ചറായെന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞു, അതാണ്. പക്ഷെ PG പറഞ്ഞു, പാസ്റ്ററെ യു ഹാവ് ടു ഡു സംതിങ്. നീ ഒന്ന് റിവേഴ്സ് പോകണം. നിന്റെ ജീവിതത്തില് എവിടെയോ സാത്താൻ നിന്റെ ധനത്തെ അപഹരിക്കത്തക്ക രീതിയിൽ നീ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ ക്ലാപ്പൊക്കെ ഇട്ട് കയറി അവിടെ ചമ്മറം പടഞ്ഞിരിപ്പുണ്ട്. നീ പുറകോട്ട് പോയി അതിനെ കണ്ടെടുത്ത് യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും യേശുവിന്റെ നാമത്തിലും അവനെ അവിടുന്ന് പറിച്ചിറക്കി വേറെ സ്ഥലത്തോട്ട് പോകാൻ കൽപ്പിച്ചാക്കിയിട്ട് നീ തിരിച്ചിന്ന് വായിരിക്കുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ അവൻ നിന്റെ എല്ലാ ധനത്തെയും നശിപ്പിക്കും. ആ സത്യയുടെ നാളെ നിങ്ങളോട് പറയാൻ ഞാൻ എനിക്ക് പെട്ടെന്ന് ലൈറ്റ് എത്തി ക്ലിക്കായ സംഭവങ്ങള്. ഞാൻ സജീവിക്കുന്നത് പോസിറ്റീവ് പ്രാർത്ഥിച്ചു. ഒരു വണ്ടി വാങ്ങി ഇന്ന് അതിനുശേഷം ഭംഗിയായിട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാരം നമ്മൾ ദുഃഖിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ ഓർത്ത. യേശു പറഞ്ഞു, മോങ്ങിക്കറിയുക, നമ്മുടെ പാപാവസ്ഥയെ ഓർത്ത് മോങ്ങിക്കര. കർത്താവേ, ഒരിക്കൽ ഞാൻ ഭാവിയായിരുന്നല്ലോ, നിന്റെ രക്തത്തിന്റെ വിലയാൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങി. എങ്കിലും എന്റെ ജനസ്വഭാവവും എന്റെ മനുഷ്യ സ്വഭാവവും എന്റെ കാർന്നു നിന്ന് എന്റെ ആത്മസ്വഭാവത്തിന് വിഘ്നം വരുന്നു. യേശുവേ, നീ എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഒന്ന് സ്റ്റേജ് സഭാപിതാക്കന്മാർ ദുഃഖിക്കുന്നവർ എന്ന പദത്തിന് പശ്ചാത്തപിക്കുന്നവർ എന്ന് വിവരിക്കുന്നു. ഞാൻ എഴുതിയിട്ടിരിക്കുന്നതാണ്. എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കും, വേഗത്തിൽ പോകണമെന്ന്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം ഉളവാകുമ്പോൾ ഉണ്ടാകുന്ന ആഴമായ പശ്ചാത്താപ ബോധം, അപ്പോൾ അത് ദൈവത്തിൽ നിന്ന് ദൈവശക്തി വന്ന് പാപത്തിന് മോചനം നമ്മെ പ്രാപ്തരാക്കും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം ഞാൻ വായിച്ചു കേട്ടോ. അപ്പോൾ പാപത്തിന് നേരെയുള്ള നമ്മുടെ യഥാർത്ഥ പ്രകടനങ്ങളല്ല, അവിടെ ഞാൻ പറഞ്ഞു പ്രകടനമല്ല ഈ ഫീൽഡിൽ വേണ്ടത്. പാപം ആകുന്ന എന്റെ സ്വഭാവത്തിന് നേരെയുള്ള യാഥാർത്ഥ്യ മനോഭാവത്തോടുകൂടിയുള്ള പ്രതികരണം ഒരിക്കലും ചിരിയല്ല, അതൊരു മോങ്ങിക്കരച്ചിലാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതാ യോഹന്നാൻ 16:8 കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജ്, ഒന്നാം സ്റ്റേജാണ് തന്റെ പാപത്തെ കുറിച്ചുള്ള ആഴമായ സമർപ്പണത്തിൽ വരുമ്പോൾ യോഹന്നാൻ 16:8 പറയുന്ന പോലെ പാപങ്ങളുടെ മോചനത്തെ ദൈവം നമ്മെ പ്രാപ്തരാക്കും. 2, നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ഇവിടെ കൂടുന്നതിന്റെ ഒരു ലക്ഷ്യം നമ്മുടെ ആത്മാക്കളുടെ വിടുതൽ, നമ്മളാകുന്ന ദൈവത്തിൽ നമ്മൾ പകർന്നിരിക്കുന്ന ദൈവാത്മാവും നമ്മുടെ ആത്മാവുമായി ഒരുമിച്ചായിട്ട് ഈ ആത്മാവിനെ സ്വർഗീയ മണ്ഡലത്തിൽ എത്തുവോളം നമുക്ക് റെസ്റ്റില്ല. ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന് ആരാധിക്കണം. 2, ഇതേ അവസ്ഥയിൽ പാപാവസ്ഥയിൽ
കഴിയുന്ന അനേക ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ പറയും, ഞാൻ മണർകാട്ടിൽ നിന്നാണ് പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. MG സെമിനാരിൽ പഠിക്കാൻ പോകുമ്പോൾ അപ്പൊ ഈ സ്കൂളിലോട്ട് പോണ വഴിക്ക് മണർകാട് കവല ഭാഗത്തിന് വണ്ടി ഒന്ന് ഫുള്ളാവും. പിന്നെ എന്റെ വിചാരം എന്നറിയോ, ഒറ്റ സ്റ്റോപ്പിൽ ഒരു വണ്ടി നിർത്തരുതെന്ന്. ഞാൻ കയറി, നമുക്കൊരു സീറ്റും കിട്ടി, നമ്മൾ കംഫർട്ടബിൾ. ഈ വണ്ടി ഒരൊറ്റ വിളിയിൽ കോട്ടയം കളക്ടറേറ്റിന്റെ വാതിക്കൽ ചെല്ലുക, ഞാൻ അവിടെ ഇറങ്ങുക, നടന്ന് സ്കൂളിൽ പോവുക. എങ്ങാനും നിർത്തിയാൽ ആ ഡ്രൈവറോട് കണ്ടക്ടറോടും ദേഷ്യം വരും. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഒരു കുഴപ്പമില്ല. വീണ്ടെടുക്കപ്പെട്ട ബോൺ അഗെയിൻ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ യേശുവിന്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് ഇത് സംഭവിച്ചിരിക്കുന്ന മുൻശോഷണം ഇതാണ്: നമ്മൾ രക്ഷപ്പെട്ടു, മറ്റുള്ളവർ എന്തുവാകട്ടെ. ആത്മാക്കളെ കുറിച്ചുള്ള ഒരു വലിയ ആത്മാധാരം. നമുക്കൊരു വാക്യം വായിക്കാം. ആ വാക്യം വായിക്കാൻ സമയമില്ലാത്തതിനാല് 119 സങ്കീർത്തനത്തിന്റെ 136 വാക്യമാണ്: കണ്ണിൽ നിന്ന് ജല നദി ഒഴുകണം. എന്തിനു വേണ്ടിട്ട? ആത്മഭാരത്തെ കുറിച്ച്. ഒരു വാക്യം വായിച്ചത് നെഹമ്യാ 1:6. രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തുമായി. നമുക്ക് മതി, നമുക്ക് സമയമില്ലാത്തതിനാല്. ഞാനും. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയുടെ ആശ്വാസം എന്നാണ്. നെഹമ്യാവ് ആരുടെ മകനാ? അതിന്റെ ആദ്യം ആരാ വായിച്ചത്? അകല്യാവ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? യഹോവ കണ്ണിൽ കത്തി നിൽക്കുന്നവൻ. അപ്പൊ യഹോവയാം ദൈവം കണ്ണിൽ കത്തി നിൽക്കുന്ന അകല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ പേരിന്റെ അർത്ഥം യഹോവയുടെ ആശ്വാസം. ഈ യഹോവയുടെ ആശ്വാസമായ നെഹമ്യാവ് പറയാണ്, ഞാനും എന്റെ പിതൃഭവനവും നെവർ, ഞാൻ പറയും നെവർ, അവൻ ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ അവൻ മറ്റുള്ളവരുടെ പാപങ്ങളെ എന്റെ പാപമായി ഏറ്റെടുത്തു. The pain of my people, I take it as my pain, my own pain. The pain of the other people, I take it as my own pain. മറ്റുള്ള ജനത്തിന്റെ പാപത്തിന്റെ അവസ്ഥ അവന്റെ പാപമായി ഏറ്റെടുത്ത് പറയുകയാണ്, ഞാനും എന്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞാൻ ഇന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നീ ദയയും മഹാകൃപയും നീ ശാശ്വത വാസ്തവമാകിയാൽ ഞങ്ങളുടെ അവസ്ഥകളെ കണ്ട് നീ ഞങ്ങളോടുള്ള വാഗ്ദത്തത്തെ ഓർത്ത്, അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തെ ഓർത്ത് ഞങ്ങൾക്കൊരു ഉണർവ്, ഞങ്ങൾക്കൊരു മാറ്റം നൽകണമെന്ന് നാം പ്രാർത്ഥിച്ചു. We have to cling on our promises. നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ ക്ലിങ് ചെയ്ത് മുറുകെ പിടിച്ചു കിടക്കണം. ക്ലിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഞാൻ ഇവിടെ വന്നിട്ട് അത് കണ്ടില്ല. ഞങ്ങൾ UK-യിലുണ്ട്. സാധാരണ അവിടെ കോൾഡ് കൺട്രി ആയാലും നമ്മൾ വീടിനകത്ത് തുണി വലിക്കാൻ സൗകര്യമില്ല. അപ്പൊ ഇങ്ങനെ പല ക്ലിപ്പുകളുള്ള ഒരു സാധനം ഇങ്ങനെ വീട്ടിൽ വെച്ച് അതിലോട്ട് നമ്മുടെ ഷർട്ടുകളൊക്കെ ഇങ്ങനെ തൂക്കിയിടും. ക്ലിങ് ചെയ്യുക, തൂങ്ങിക്കിടക്കുക. നമുക്കൊരു പ്രോമിസ്, ഒരു ദൈവദാസി നിങ്ങളോടൊരു ആലോചന ദൈവഹിതപ്രകാരം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അതിന് മുറുകെ പിടിച്ചോ. എന്നിട്ട് പ്രാർത്ഥിക്കേണ്ടതിന് രീതിയുണ്ട്. നെഹമ്യാവ് ചെയ്തത് നമ്മൾ അപ്ലൈ ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് നീ വാഗ്ദത്തം ചെയ്തതുപോലെ എങ്ങോട്ടെന്നില്ലാതെ അബ്രഹാം യാത്ര ചെയ്തപ്പോഴും കനാൻ ദേശത്ത് എത്തിക്കുവാൻ നീ വിശ്വസ്തനായിരുന്നതുപോലെ എന്നോടുള്ള വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് I am clinging on your promise. എന്നെ വിളിച്ചേ മതിയാവൂ. വിളിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേലിറങ്ങും. നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്ന അവസ്ഥകളുടെ മേലിറങ്ങും. മാറ്റത്തിന്റെ കാറ്റടിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു വലിയ ഭാരം നമ്മുടെ കണ്ണുകളിൽ പകരണം. 119 സങ്കീർത്തനത്തിന്റെ 130 വായിച്ചട്ടെ. ഏതായാലും ഒന്ന് ആത്മഭാരം, ആത്മാക്കളെ കുറിച്ചുള്ളത്. ഒന്നാമത്തെ ദുഃഖം നമ്മൾ പറയുന്നത് പശ്ചാത്താപത്തെ, നമ്മുടെ പാപത്തെ കുറിച്ചുള്ളത്. 2 ആത്മാക്കൾ നശിച്ചുകൊണ്ട് ആത്മാക്കളെ കുറിച്ചുള്ളത്. 3 നമ്മുടെ ചാർച്ചക്കാര് പാപം ചെയ്തെങ്കിൽ അത് എന്റെ പാപമെന്ന് ഏറ്റെടുത്ത് മധ്യസ്ഥത അടയ്ക്കുന്ന ഒരു ദൈവദാസനെയും ദൈവദാസിയെയും കുടുംബത്തെയുമാണ് ദൈവസഭ അന്വേഷിക്കുന്നത്.
3 തരത്തിലുള്ള ദുഃഖത്തെ യേശു കർത്താവ് കാണിക്കുകയാണ് അവിടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. തമ്പാചാര്യ കൊടുത്ത വണ്ടിയെ ഓർത്ത് I am praising you Lord. I know you very well. If you can give a car to തമ്പച്ചായൻ, എനിക്ക് എന്റെ ദൈവം അതിനും വരെ ഇവിടുത്തെ ഹമ്മറോ അത് തന്ന് മാനിക്കുവാൻ ശക്തനാണ് ഞാൻ. എന്നിട്ട് തന്നെ തമ്പിച്ചായനോട് പറയും, അച്ഛാ നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മൾ ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഈ വണ്ടികള് കാളവണ്ടി സംസ്കാരത്തിൽ ജനിച്ച് ഞങ്ങളെ പോലുള്ള ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വിശ്വസ്തനാ. അവൻ നമ്മുടെ ഏത് അവസ്ഥയും അറിയുന്നവനാ. അഗ്നിചാരകത്തുള്ള കണ്ടുള്ളവനാണ്. നമ്മളൊന്ന് എന്താ പറയണേ, ഒന്ന് ദീർഘശ്വാസം വിട്ടാൽ അതിന്റെ അർത്ഥം യേശുവിനറിയാം. നിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി മാറുമ്പോൾ അറിയുന്നവനെ ഞാൻ നീ ആരാധിക്കുന്നത്. കാര്യം അവന്റെ പേര് ജീവനുള്ള യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തേത് വേഗത്തിൽ പോകാം. വായിച്ചാട്ടെ 5-ാം വാക്യം. ഇത് വലിയൊരു കോൺട്രവേഴ്സൽ സബ്ജക്റ്റാണ്. നിങ്ങളോട് പറയാം. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഇതിന്റെ അർത്ഥം നമ്മൾ പ്രിയ രചിച്ചായന് സൗമ്യത ഉണ്ടെന്ന് പ്രകടിപ്പിക്കണം. എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും? ഇത് വലിയൊരു എന്താ പറയുന്നത്, എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സംഭവമാണ്. എനിക്കതിന് വേറെ ഭാഷകളില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ റീസെന്റ് കേട്ടതാ ഡോക്ടർ സാം, നിങ്ങളുടെ പാസ്റ്ററുടെ മോൻ, എന്റെ പാസ്റ്ററുടെ മോൻ തന്നെ പറയാം. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു എക്സാം പുള്ളിയുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു. എക്സ്കോട്ട് സൗമ്യത. ഒരു എന്താ പറയുന്നത്, ഒരു പ്രായമുള്ള ഒരു ആള് ക്യൂവിൽ നിന്നപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തോട് ക്ഷമിക്കണം എന്നോട്, ഞാൻ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ ഏർപ്പെട്ടോ. അതായത് ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്നറിഞ്ഞ് കൊടുക്കുന്ന ത്യാഗത്തെയാണ് സൗമ്യത എന്ന് പറയുന്നത്. ആ ആളെ കാണത്തേ എന്ന് സാമിനറിയാം. അദ്ദേഹം ഇവിടെ ഇല്ലാത്തോണ്ടെന്ന് പറഞ്ഞു. അയാളെ നമ്മളാണെങ്കിൽ പോരായിരുന്നു, ഞാൻ പറയുന്നത് മുമ്പ് കയറിക്കാൻ. കാരണം അടുത്ത കാര്യം വരുമ്പോൾ അച്ഛൻ മെസ്സേജിലൂടെ എന്നെ പോലെ ഷൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അത് കിട്ടാതിരിക്കാൻ നമ്മൾ പറയും. ആര് ഭാഷ വരുവാണെങ്കിൽ നമ്മൾ ഞങ്ങളുടെ ഭാഷ വരുന്നത് നിങ്ങളെല്ലാം മാറാൻ പറയും. അറിയാവുന്ന ആള്. അറിയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നതിനെ സൗമ്യത എന്ന് പറയുന്നു. സൗമ്യത ഭീരുത്വമല്ല. അതിന്റെ ഞാൻ എഴുതിയിരിക്കുന്ന വായിക്കാം. സാധാരണ ജഡ സ്വഭാവത്തിന്റെ മേധാവിത്വത്തിന് എതിരെയുള്ള ഒരു സൽഗുണം. സാധാരണ ജഡ സ്വഭാവത്തിനെതിരെയുള്ള ഒരു സൽഗുണം. ഇത് എവിടുന്ന് വരുന്നറിയോ? സാമേഷനോട് ലഭിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഞാൻ ഇതിന്റെ മൂലപദം എഴുതിയിട്ടുണ്ട്. പ്രോവർട്ടീസ് എന്നാണ്. പോവർട്ടീസ് എന്നല്ല, പ്രോവർട്ടീസ്. അതായത് പ്രോസ്പെരിറ്റിയും പോവർട്ടി ഉണ്ടല്ലോ, ദാരിദ്ര്യാവസ്ഥ എന്നല്ല, പ്രോവർട്ടീസ് ഇതിന്റെ മൂലപദം. ഇതിന്റെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ സർക്കസിന് പോയിട്ടുള്ളവരാണ്. എനിക്ക് വലിയ ഇഷ്ടം സർക്കസിനൊക്കെ പോകണം. അവരുടെ പരിപാടികൾ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഈ സർക്കസ് ചെല്ലുമ്പോൾ കാണാം, സിംഹം ഘോരമൃഗമാ, പെരുമ്പാമ്പ് ഘോരമൃഗമാ, പുലി കടുവ എല്ലാം ഘോരമൃഗമാ, കുരങ്ങ ഇതുവരെ ഘോരമൃഗമാ, കുരങ്ങ് വരെ ഘോരമൃഗമാ. ഇതിനെ മെരുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. മെരുക്കി ചാട്ടുളി പോലെ ഇരിക്കുന്ന ഒരുത്തനായിരിക്കും എന്ന് പറഞ്ഞ ചാടടാ. ഈ ഒരു ചിമ്പാൻസി ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അവൻ ചാടടാ എന്ന് പറയുന്നത് ഇവൻ പറഞ്ഞത് കേട്ട് അത് ചാടും. ഇങ്ങോട്ട് ചാടടാ, തിരിച്ചു ചാടും. അങ്ങോട്ട് പറയടാ, അങ്ങോട്ട് ചാടും. ഒരു കാട്ടുമൃഗത്തെ മെരുക്കുന്നത് പോലെ നമ്മുടെ ജഡ സ്വഭാവത്തെ ഫിലിപ്പിയർ പറയുന്ന യേശുവിന്റെ ദിവ്യ സ്വഭാവത്താൽ ഒന്ന് മെരുക്കിയെടുത്തതിന് ശേഷം ആത്മാവ് പറയുന്നത് കേട്ട് ഈ ശരീരം ചലിക്കുന്നതിനെ സൗമ്യത. ഇത് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ഇത് നമ്മുടെ പവർ കൂടെ ഇരിക്കുന്നത് ഇതല്ലേ എന്നാ പറയുന്നത്. എന്നതാ ഇത് ഇടിച്ചു കൊണ്ട് പോകേണ്ടതാ. നമുക്കറിയാം, ലോകം മുഴുവൻ കീഴ്മേൽ മറിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഗ്രേറ്റ് അലക്സാണ്ടർ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. സ്കൂൾ ചിൽഡ്രൻസ്, യു നോ
something about the great Alexander? What age he died? അടുത്ത സംസ്കൃതം പഠിക്കണം. 32ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മഹാരാജാവ് മരിച്ചു. ഭൂലോകം മുഴുവൻ കീഴടക്കി. മരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? എന്തോ പനി അല്ല, ആ പനിക്കൊരു പേരുണ്ട് കേരളക്കരയിൽ, മലമ്പനി. മലമ്പനി പരത്തുന്നത് ആരാ? ലോകത്തെ കീഴ്മേൽ മറിച്ച അലക്സാണ്ടറെ കീഴ്മേൽ മറിച്ചത് ഒരു കൊതുക്. ഒറ്റ കൊതുക് കുത്തിയതാ, പുള്ളി മരിച്ചുപോയി. അപ്പോൾ ഈ ഇതിനോട് നമുക്കൊരു സ്നേഹം വരുമോ? ഒരു കൊതുക് കുത്തിയാ മതി. അലക്സാണ്ടറെ തീർക്കാൻ പറ്റുമെങ്കില ഒന്നുമില്ലാത്ത ആയ നമ്മള്. അലക്സം പോയി, ഇണ്ടും പോയി, എല്ലാം പോയി. വെറും ഇറുപോലെ നിൽക്കുന്ന നമ്മുടെ നടപ്പോ ഭയങ്കര പവറില് ആരെങ്കിലും എയ്ഡ്സോടെ ഒരുത്തമ ഒരു നീട് തരാൻ മതി. സോ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, ഞാൻ ദിവ്യ സ്വഭാവത്തിലുടമയാകുന്നു. രക്തത്താലുള്ള പ്രൊട്ടക്ഷൻ വേണം. ഏത് നാശകരമായതും ഏത് വിഷകരമായതും ഞാൻ കഴിച്ചാലും പാനം ചെയ്താലും എന്റെ മരണത്തിന് അത് കാരണമാകുന്നത് വചനം വിളിച്ചു പറയുന്നു. അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾക്ക് വേറെ എത്രയും പറഞ്ഞത് ഒരാളുടെ കാര്യങ്ങൾ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട്, നെപ്പോളിയൻ കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കീഴ്മേൽ കൊടുത്തു. എല്ലായിടത്തും പോയി പുള്ളി വന്നാണ്. ആദ്യത്തെ അസുഖമാണ്. ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും യേശുവിനെ വിളിക്കുന്നത് യഹോവ റാഫ. എന്തിനാ? ഇദ്ദേഹത്തിന് ആദ്യ അസുഖം കാണിച്ച ക്യാൻസർ. ക്യാൻസർ വന്ന സീസർ ഇദ്ദേഹം നെപ്പോളിയൻ മരിച്ചു വന്നു. നെപ്പോളിയൻ മരിക്കുന്ന അവസ്ഥ അലക്സാണ്ടറെ കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹം കൈയെല്ലാം വെളിയിലിട്ടു, ഇങ്ങനെ അടക്കാൻ പോയത്. കാര്യം അദ്ദേഹം ഒരു വെളിപ്പാടിൽ പറയുകയാണ്, ഇനി ഇതൊന്നും ചെയ്യുന്നെന്നാ പറഞ്ഞത്. കാര്യം ഇതിനൊന്നും കാര്യമില്ല, മലമ്പരിയാണെന്ന് പുള്ളിക്ക് ബോധ്യമായി. പാർക്കുന്നത് കൊതുകാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ നിയന്ത്രണം നമ്മളെ അല്ലെന്ന് പുള്ളിക്ക് വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നെപ്പോളിയൻ ഇത് തന്നെ ചെയ്തു. ക്യാൻസറൊക്കെ ഒന്ന് മരിക്കാറായപ്പോൾ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അടുത്ത് നിന്നവരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാ പറയുന്നത്, നെബൂഖദ്നേസറും ജൂലിയസ് സീസറും അലക്സാണ്ടറും ഞാനും ഇങ്ങനെയുള്ള ലോകത്തെ കീഴ്മേൽ മറിച്ചവരെല്ലാം രാജ്യങ്ങളെ പണിതു. ഞങ്ങളുടെ കാലം തീരുമ്പോഴത്തേതിന് ആ രാജ്യം തീരുകയാണ്. ഞങ്ങൾ വാളാൽ വെട്ടി പലതും നേടി. പക്ഷെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, വാൾ ഉറയരുത്. ആ രാജ്യം ഇന്ന് ജനകോടികളാൽ സമ്പുഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിവ് നെപ്പോളിയന് ലഭിച്ചപ്പോഴാ അവന് മരണക്കിടക്കയില്ല. ദൈവത്തിന്റെ കൃപയാൽ 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 കൃപയാൽ, അതാ ഗ്രേസ്. ഞാൻ മറ്റൊരു സബ്ജക്റ്റിനോട് കേൾക്കുന്നില്ല. അതാ ഗ്രേസ്. അവന്റെ കൃപയാൽ 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 പെട്ടിക്കുള്ളിൽ കയറുന്നതിനോ അതിനു മുമ്പോ അറിയേണ്ട രഹസ്യങ്ങള് ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ യൗവനകാലം തന്നെ പറയാം. ഈ യൗവനകാലത്ത് തന്നെ അവന്റെ കൃപയാൽ 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 മിക്കവർക്കും ലഭിക്കുന്നത് മരണപ്പെട്ടിയോട് അടുക്കണം. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, കാത്തലിക്സ് ബാഗിനുണ്ടെങ്കിലും ബാക്കോ ബാഗിനുണ്ടെങ്കിലും എനിക്ക് നല്ലതായിട്ട് അറിയാം. അവരുടെ 70 വയസ്സ്, അവർ റിട്ടയർമെന്റ് ലൈഫ് എല്ലാം കഴിയുമ്പോൾ എവിടെയാണ് ഈ പുസ്തകം? അവർക്ക് അന്നേരം വെളിപ്പാടാകുന്നത് എന്തുവാ? ഓ, കള്ളൻ ക്രൂശിക്കിടന്ന് ലാസ്റ്റ് മൂമെന്റിൽ പറഞ്ഞല്ലോ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന്. ആ ടൈം എത്തിയിരിക്കുന്നത് എന്റേതും. അതല്ല, കർത്താവ് നമ്മളെ വിളിച്ച് നേരത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ചില പർപ്പസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഇവാഞ്ചലിസം. അത് നമ്മുടെ മോട്ടോ ആകണം. ഞാൻ ആ സബ്ജക്റ്റിനോട് കയറുന്നില്ല. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് നമ്മള് ഒരാളുടെ കാര്യം വായിച്ചിട്ട് മുമ്പോട്ട്. സംഖ്യാപുസ്തകം 12:3. മോശ സൗമ്യനാണ്. നിങ്ങൾ വായിച്ച ഭയങ്കര സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ആരെ കുറിച്ചാ പറയുന്നത്? കൽപ്പിക്കാൻ പറഞ്ഞപ്പോ പൊട്ടിന് കൊടുത്തു. എന്തിനാ? പാറക്കെട്ട്. യേശു കർത്താവ് മലമേൽ നിന്ന് 40 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത ഫലക രണ്ടു വശത്തോട്ട് പാറകം ചെരുപ്പറിയുന്ന പോലെ എറിഞ്ഞു.
അതിസൗമ്യനാണെന്ന് പറയുകയാണ്. ഞാൻ ആ സ്റ്റോറിയിലേക്ക് കയറുന്നില്ല. പക്ഷെങ്കിൽ മോശ അതിന്റെ ആദ്യമാണോ സിസ്റ്ററെ കൂശ്യരെക്കാൾ വായിച്ചു? മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും വിരോധമായി വായിക്കണ്ട. കൂശ്യ സ്ത്രീ ഒന്നും അല്ലത് കേട്ടോ. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ട മർമ്മങ്ങളാണ്. ബൈബിൾ ക്ലാസ് ആകേണ്ട അതോട് പറഞ്ഞു പോകും. അവള് കൂശ്യ സ്ത്രീ അല്ല. സിപ്രയുടെ കാര്യം പറയുന്നത്. നിങ്ങൾക്കറിയാം, കുവൈറ്റിൽ വന്ന് അൺമാരീഡ് ആയ ഒരു പെൺകുട്ടി കുവൈറ്റിൽ ചെന്ന് കല്യാണം കഴിക്കുവാണ്. എന്നാ പറയും? കുവൈറ്റുകാരിയുടെ പത്രാസ് കണ്ടോ? കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്റെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാ ഞാൻ നാട്ടിൽ കൂടെ ലാലാലാടി നടക്കുന്ന സമയത്ത് ഇവനിങ്ങനെ വരും. പെട്ടി തുറക്കുന്ന നമ്മളൊക്കെ എന്തായാലും തുറക്കണം തുറക്കാൻ ഇങ്ങനെ ഉസായവാക്കിയവനും പെട്ടി എടുക്കുന്ന നമ്മൾ പട്ടാളത്തിലെടുക്കണം. ഇതെന്താ തുറക്കുന്നത്, ഇതെന്നാ തുറക്കുന്നത്, ഇതെന്നാ തുറക്കുന്നത്. അവസാനം ഇവൻ എന്താ പറയുന്നത്? അന്നത്തെ കാലത്ത് ഒരു പേനായുണ്ട്, ഇങ്ങനെ എഴുതുന്നത്. അതെടുത്ത് കയ്യിൽ തരും. നമ്മളെ പ്രതീക്ഷയിൽ പോകും. നമുക്ക് പേനാകട്ടെ ഇതാണ് കൊണ്ടുവന്ന് വലിച്ചെറിയും. മോശം വലിച്ചെറിയും. പേനൊന്നുമല്ല നമുക്ക് വേണ്ടത് വലിയ വലിയ സാധനങ്ങളാണ്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞില്ല. ഞാന് ചിന്തിക്കുന്നത് കൂശ്യ സ്ത്രീ എന്ന് പറയുന്നത് സിപ്ര ആരുടെ മോള. ഇവര് കൂശ്യ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചവർ. അതുകൊണ്ട് കൂശ്യരുടെ ചില സംസ്കാരങ്ങളും ആ വേഷഭൂഷാദികളും സിപ്ര ധരിച്ചിരുന്നു. അതിനാല് ഈ മിര്യാമിനും അഹ്റോനും ഇവളോടൊരു കുശുമ്പ്. അവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങളും കുവൈറ്റിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ നമുക്കറിയാം. ഞാനൊക്കെ ഇതൊക്കെ കിടന്ന് എന്താ പറയുക, പട്ടിണി പരിവട്ടാണ് ജീവിച്ചു പോകണമെന്ന് പറയുന്നത്. എന്താ അഹംഭാവം പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും സംഭവം പറഞ്ഞു. പട്ടിണിന്റെ കാര്യം അഹംഭാവം നല്ലല്ലോ പറഞ്ഞല്ലേ, സോറി. അപ്പൊ പക്ഷെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുവരെ അറിയിക്കാറുണ്ടോ? എന്നാ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്റ്റൈലാവും അല്ലേ? ഭയങ്കര സ്റ്റൈലാവുക. പിന്നെ നമുക്കറിയത്തില്ല. എന്നോട് എന്റെ വൈഫ് എന്നോട് പറയും, ഞാൻ താവട്ടം ഇറങ്ങി ഇല്ല, നമ്മൾ തെങ്ങിന് പുറത്ത് കയറിയിരിക്കുക. എന്ത് തിങ്കായാണ് പറഞ്ഞ പണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. മലയാളമേ അറിയത്തില്ല. പിന്നെ ഭയങ്കര പ്രശ്നം ഒന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ ഈ സിപ്ര കൂശ്യരിൽ കുറച്ചുനാൾ താമസിച്ചത് കൊണ്ട് കൂശ്യരുടേതായ രീതിയിലുള്ള ആ സ്റ്റൈലും സംസാരവും ഒക്കെ കണ്ടപ്പോൾ ഒരു ദിവസം എന്നാ ചെയ്തു, മിര്യാമിന് അഹ്റോന് ദേഷ്യം കൊണ്ട് വന്നു. എന്നിട്ട് പറയണം, നീ കൂശ്യ സ്ത്രീയുടെ പറയാൻ പോയതിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് ചൂടായി. യേശുദമ്പരൻ എന്നാ ചെയ്തു, ഇവിടെ കൈ അങ്ങ് ഹിമ പോലെ വെളുപ്പിച്ചു. വെളുക്കുന്നത് കണ്ടപ്പോൾ അഹ്റോന് സംഭവം പിടിയിട്ട് കുഷ്ഠമാണെന്ന്. യേശു അവിടെ അതിന്റെ ലാസ്റ്റ് അധ്യായം എന്ന് വായിച്ച സിസ്റ്ററായി ലാസ്റ്റ് വാക്യം, ഇവിടെ 7 ദിവസം ഞാനതൊരു വെളിപ്പാട് നിങ്ങളോട് പറയുകയാണ്. 7 ദിവസം പുറത്താക്കിയെന്നല്ല പാളയത്തിന് അടച്ചിട്ടു. ഇവരുടെ യാത്രകളും മാത്രം മുടങ്ങിപ്പോയത് 7 ദിവസം. ഇട്ടിട്ട് പോകാമോ? നേതൃത്വം കൊടുക്കുന്ന മോശ, അഹ്റോന്റെ ശുശ്രൂഷ ചെയ്യുന്ന അവരുടെ പെങ്ങള, ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. 7 ദിവസം അനാവശ്യമായ ഒരു വാക്ക് ദൈവദാസനെതിരെ പറഞ്ഞു. ഒരിക്കലും നെവർ 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 നിങ്ങൾ പറയരുത്. ദൈവദാസന്മാർ തെറ്റ് ചെയ്തോട്ടെ. ലവോദിക്ക സഭയുടെ ശുശ്രൂഷകനായിട്ട് തന്നെ പാഴ്സലായിട്ടുണ്ട് കൊടുത്തു. സഭാജനങ്ങൾക്ക് കൊടുത്തില്ല. എഫോസോ സഭയുടെ പാഴ്സലായിട്ട് ശുശ്രൂഷകന്റെ പേരിലോട്ട് വന്നു. നിങ്ങൾ അതുകൊണ്ട് ദൈവദാസന്മാര് ഇറക്കത്തിലും കയറ്റത്തിലും ആണോ എന്ന് ചോദിച്ചു അനലൈസ് ചെയ്യണ്ട. അവർക്കുള്ള ദൈവം പാഴ്സലായിട്ട് തന്നെ കൊടുത്തുള്ളൂ. ഫെഡക്സും ബ്ലൂഡാർട്ടും ഒക്കെ ഉണ്ടല്ലോ, കൊടുത്തോളൂ. നിങ്ങൾ എങ്ങനെ ആയിരിക്കും? ഇതാണ് ചോദ്യം. അതുകൊണ്ട് നെവർ ഒറ്റ വാക്ക് ഇവിടെ കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞോളൂ. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിളിച്ച് വേർതിരിച്ച് എന്റെ ശുശ്രൂഷയിലാക്കിയിരിക്കുന്ന മോശക്കെതിരെ സംസാരിക്കാൻ നിനക്ക് എന്ത് ധൈര്യം? ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനാണ് ഇവർ. ശുശ്രൂഷ ചിരിക്കുന്നു. പക്ഷെങ്കിൽ ശിക്ഷ ഭയങ്കരമായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന യേശു കർത്താവ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് പോകരുത്, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴോ നിങ്ങൾ കാത്തിരിക്കുക. എന്തിനാണ് യേശു ഇതൊക്കെ പറഞ്ഞ്? നമ്മളൊക്കെ മെരുങ്ങാത്ത നായാണെന്ന് യേശുവിനറിയാം. യേശു പറഞ്ഞിടാ, അത് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് നിന്റെ മേലൊരു ബോധ്യം വരുത്തും. അപ്പോൾ നിനക്ക് ചാടിക്കറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു കാത്തിരിക്കും. അവർ കാത്തിരുന്നു. ഈ ഹോളി സ്പിരിറ്റ് പ്രാപിച്ചതിന് ശേഷം ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെന്ന് പറയുന്ന ഒരു കാര്യമാണെന്നറിയോ? ആ ജഡമോഹം, കൺമോഹം, രാഗമോഹങ്ങളെല്ലാം തീരും.
കാര്യം എന്താ അറിയോ, ഈ അത്യന്ത ശക്തി നമ്മുടേതല്ല. കൊരിന്ത്യർ വായിപ്പിച്ചല്ലോ, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ പിടിക്കുന്നവരല്ല, പത്രോസിനെ പോലെ മീൻ പിടിക്കാൻ നമ്മൾ വീണ്ടുപോകും. അതുകൊണ്ട് യേശു പറഞ്ഞു, വെയിറ്റ് and receive the power of the Holy Spirit. Then you start to move Jerusalem, പിന്നെ ഇവിടെ ജുദിയ, all over the Judea, then Jerusalem, ലുദിയയിലെല്ലായിടത്തും, പിന്നെ ശമരിയിലും ഭൂലോകത്തെല്ലായിടത്തും. യേശുനാഥരെ ആദ്യം അവിടെ തന്നെ ചെയ്യാൻ പറഞ്ഞേ. വെളിപ്പാടി പറയും, ബൈബിളില്ലാത്തതാണ്. ജെറുസലേം നിവാസികളെ, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ശുശ്രൂഷ തുടങ്ങേണ്ട ജെറുസലേമിൽ അവിടെ തുടങ്ങുവായി. പിതൃഭവനത്തിൽ ആ പ്രവാചകനെ അംഗീകരിക്കുന്നത് യേശുവിന്റെ നല്ല വെളിപ്പാടിലറിയാം. യേശു അതുകൊണ്ട് പറഞ്ഞു, നിന്റെ റിവേഴ്സൽ, നിന്റെ പ്രാക്ടീസ് ടൈം നിന്റെ പിതൃഭവനത്തിൽ തന്നെ നടത്ത്. അവിടെ വെച്ച് നീ കൊണ്ടും കൊടുത്തും നീ നല്ല ഒരു പരുവത്തിലായി, അച്ചാൻ പ്രാർത്ഥിച്ചതുപോലെ നല്ല പരുവത്തിലായ ഒരു പാത്രമാകുമ്പോൾ നീ ജുദിയയിലോട്ട് ഇറങ്ങും. യെരുശലേം യഹൂദിയയിലോട്ട് ഇറങ്ങും. അവിടെ എല്ലായിടത്തും പ്രീച്ച് ചെയ്യണേ. അവിടെ പലതരക്കാർ ആൾക്കാരുണ്ടെന്ന് യേശു അറിയാം. ഇതിനുശേഷം നീ ആ ബോർഡർ വിട്ട് ശമരിയിച്ചിട്ട് വിജാതിയിൽ അവിടെ നീ ശുശ്രൂഷ വിജയിച്ചെങ്കിൽ നീ ഭൂലോക തട്ടത്തോളം പോകും. ആദ്യം നമ്മുടെ ടെറിട്ടറിയൽ ശുശ്രൂഷ നമ്മുടെ ആക്കിയിരിക്കുന്നവിടത്ത് അവിടെ നമ്മുടെ വചനം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് പറ്റത്തില്ല. ഇന്ന് ഞാൻ ആ വിഷയത്തിലൊക്കെ പാടുപെടുന്നതാണ്. സത്യം പറയുക, ഇവനെന്തോ പരിപാടിയാണ്, എന്തോ പരിപാടിയാ. വാ, നമുക്കറിയാം, ലോകം മുഴുവൻ അറിയാം. ഇപ്പോൾ കേരളത്തിലുള്ള കൊല്ലംകാരി ആ അമ്മാമ്മയ്ക്ക് പ്രശ്നമാണെന്നും ഭയങ്കര വിഷയങ്ങളുള്ളതാണെന്നും, എന്നിട്ടും അവരൊന്ന് കൈയടിക്കാൻ ഇരുന്ന് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ലക്ഷങ്ങളും പതിനായിരങ്ങളും ഇരിക്കുക. അതാ ദുരാത്മാവിന്റെ ശക്തി. ഈ ശക്തിയെ തകർക്കുന്ന ശക്തി എന്റെ മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ആടിനെ പോലെ, നമുക്കറിയാം സൗമ്യതയുടെ വേറെ ലക്ഷണം മത്തായി 26:67 യെശയ്യാവുണ്ട്. അവനെ രോമം കത്തറിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ വായി തുറക്കാതിരുന്നു. സൗമ്യതയാ. അടിച്ചും തുപ്പിയും ഇരുട്ടത്തടിച്ചും ചാട്ടമാറാൻ അടിച്ചിട്ടും യേശു ഖമ എന്നൊരു അക്ഷരം പറഞ്ഞില്ല. ഖമ എന്നല്ല, ഒന്നും വേണ്ടിയില്ല. ഇതാ സൗമ്യത, ഇതാ സൗമ്യത. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിലെ സൗമ്യതയുടെ അർത്ഥം എന്താണെന്ന് ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പാടിനാൽ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടെങ്കിൽ ഇന്ന് മുതൽ എന്റെ സ്വഭാവത്തിന് ഞാൻ രൂപീകരണം വരുത്തുന്നു. ഇതുകൊണ്ട് ബൈബിൾ ക്ലാസ് ജനം വരാത്തവിടെ ഇത് മുഴുവൻ അടിയും വരുന്നത് കണ്ടിട്ടില്ല. പുലിയോ പോലും ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞു, നാളെ നീ വരുന്നുണ്ടോ? ഞാനും പണി കൊണ്ട് തടി മേടിച്ചു നമ്മള് പൈസ കൊടുത്തിട്ട് എന്തും ഹോള് വല്ല അടിച്ചതിന് ഈ പുള്ളിയെ വിളി, നിനക്ക് വേറെ വല്ല വീടിരാജപ്പനെ വല്ല വിളി, അങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെ സൂചിപ്പിച്ച് എന്റർടൈൻ ചെയ്ത് വിട്ടാല് ഇങ്ങനെയുള്ള കിട്ടാമുട്ടിയൊക്കെ എവിടുന്ന് UK കെട്ടിയെടുത്തോ? ഇതിനൊന്നും ഇനി വേണ്ട. സംഭവിച്ച ബൈബിൾ ക്ലാസ്സിൽ വിജയിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ അത് വലിയ കൂടം കൊണ്ട് അടിക്കുന്ന ശക്തിയില് പത്രോസ് വിളിച്ചു പറഞ്ഞു ആത്മാവിലായതിനു ശേഷം, ഓ യഹൂദ പുരുഷന്മാരെ, നിങ്ങൾക്കൊന്ന് കല്ലറയിൽ വെച്ച യേശു ക്രിസ്തു തന്നെ ജീവിക്കുന്ന ദൈവം, അമർത്തതയുള്ള ദൈവം, ഞങ്ങൾ അവരോടുകൂടെ പാർത്തു. അവന്റെ അത്യന്ത ശക്തിയിലുണ്ട്. വിളിച്ചു പറഞ്ഞു, ആരായ യേശു നിങ്ങൾ കൊന്ന മുത്തുകൊണ്ട് മനം തിരിഞ്ഞു. നിങ്ങൾ മനം തിരിയണം. അതാച്ചാ നമ്മൾക്കുള്ള കൃപ. നമ്മളെ കൊണ്ട് നടക്കത്തില്ല എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അകത്ത് യേശു പറയും, ഞാൻ നിന്നിലൂടെ കാണിച്ചു വരും. നിങ്ങൾ സമ്മതിയില്ല, കർത്താവേ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാനാകുന്നവൻ യേശുവിനെ അറിയാമല്ലോ, ഞാനാകുന്ന ചേടത്തെ അറിയാമല്ലോ, ബിജു ചെറിയാകുന്ന വ്യക്തിയുടെ അകത്തെ ഹൃദയ വിചാരങ്ങളെ യേശുവിനെ അറിയാമല്ലോ, എന്റെ ശരീരത്തിന്റെ ബോഡി ലാംഗ്വേജിനെ അറിയാമല്ലോ, എന്റെ കണ്ണിന്റെ അവസ്ഥകളെ അറിയാമല്ലോ, എന്റെ വായുടെ അവസ്ഥകളെ അറിയാമല്ലോ, മിണ്ടണ്ടെന്ന് വിചാരിച്ചിട്ടും പറയുന്ന വിഷയങ്ങൾ നാവിലുള്ളത് അറിയാമല്ലോ. യേശുവേ, എന്നാൽ അസാധ്യം സാധ്യമാക്കുന്നവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരെ, നിന്റെ ശക്തി എന്റെ മേലെ നയിക്കെ, എന്നെ ഒന്ന് മാറ്റത്തിന് വിധേയമാക്കാൻ ഹോളി സ്പിരിറ്റ് ഒരു എക്സ്റേ പോലെ എന്നിൽ നിന്ന് കടന്നുപോ. ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇത്രയും താന്നു കൊടുക്കാവോ? യേശു പറയുന്നത് അറിയോ? ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. പഠിക്കും ഒരു മിനിറ്റ് പഠിക്കും. പാടാൻ പറ്റില്ല. അങ്ങനെ 4-ാമത്തെ ചോദിക്കുമ്പോൾ സമയം പോയി. 6-ാം വാക്യം റെസ്റ്റ് എടുക്കാൻ നോക്കി. നീതിക്ക് വിശുദ്ധരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്നലെ നമ്മുടെ സർവീസ് വൈകിട്ട് കഴിഞ്ഞ നാളെ വൈകിട്ട് ഫുൾ
നൈറ്റ് പ്രയർ ഉണ്ട്, അതിനുശേഷം അല്ല അത് അതിനുശേഷം നീതിക്ക് വിഷയം. ഇന്നലെ ഞങ്ങൾ അവിടെ രാവിലെ ഞാൻ ചോദിച്ചതിന്റെ പൊരുൾ ഇനി പറയാം. വീട്ടിൽ ഫുഡ് ഉണ്ടായിരിക്കും, ഒരു ഫുഡ് കൂടെ കഴിക്കാമെന്ന് നോക്കാം. ഇനി സബ്ജക്റ്റിലോട്ട് വരാം. നീതിക്ക് വിശപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം എന്നോട് ഞാൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പോവാന്ന് ചേച്ചാനാണ് അതിന് മുമ്പ് പോയി നമ്മച്ചാൻ വിട്ടു. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കൂടെ നിൽക്കും. ആരെങ്കിലും നമ്മളെ ഒന്ന് വിളിക്കും, ഇങ്ങനെയാണോ ഭാഷന്മാരെ കൈകാര്യം ചെയ്യുന്നത്, നിങ്ങളൊന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ട് സമൃദ്ധിയായ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഷിബു ഇതെല്ലാം രക്ഷയുണ്ടോ? എന്തോ ഞാൻ കഴിക്കാൻ പോണേ, ആ ഹോട്ടലിലോട്ട് കഴിക്കണം. ഞാൻ പോയ വഴിക്ക് പറഞ്ഞു, ഒരു ഹോട്ടൽ തിന്നാനുള്ള വിശപ്പ് എനിക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതൊരു ഫ്രേസാണ്, അതൊരു പ്രയോഗം എന്നേ ഉള്ളൂ അല്ലേ? ഹോട്ടൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ഒരു ഹോട്ടൽ ഐഡായോ അക്കാടിയോ അങ്ങനെയാണോടത്തേക്ക് കയറി അങ്ങോട്ട് കയറി അതിന്റെ ഓറെല്ലാം ഞാൻ പറഞ്ഞ് വലിച്ചു നിന്ന് അവിടെ ഇങ്ങനെ പാത്രങ്ങളെല്ലാം നിന്ന് ഹോട്ടൽ പണി തിന്നുവാണെങ്കിലേ അല്ല, അമ്മ മേടിച്ച് തന്ന ഒരു നാനും പൊറോട്ടയുടെ പകുതി നിന്നപ്പോഴെ വയറ് ഫുള്ളായി. The hunger we should have വലിയ വഴിയായിരിക്കണം നീതിക്ക് വേണ്ടി. നീതിക്കുള്ള വിശപ്പ് വലിയതായിരിക്കണം. അല്ലാതെ ഹോട്ടൽ മുഴുവൻ തിന്നുക എന്നുള്ളതല്ല. പക്ഷെങ്കിൽ ആ ദാഹം എന്നതാ, എത്ര കിട്ടിയാലും മതി വരില്ല. അതാണ് സംഭവം. അപ്പോൾ നീതി ചെയ്യുവാനുള്ള ഒരു ദാഹം നമ്മളിൽ അൺലിമിറ്റഡ് ആയിരിക്കണം, ലിമിറ്റൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. There are two phases അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറയാം. രണ്ട് രീതിയിലുള്ള നീതിയുണ്ട്. ഞാൻ എളുപ്പം പോണത് കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ വന്നവരെ ഞാൻ ഓർത്ത് പ്രൈസറോട് പറയുന്നു, വീണ്ടും പ്രൈസറോട് പറയുന്നു, ആരെങ്കിലും ദേവദാസന്മാരെ വെച്ച് ബൈബിൾ ക്ലാസ് ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയും കടന്നു വരുക. കാര്യം ബൈബിൾ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വചനത്തിൽ ബലപ്പെടാൻ കഴിയുകയുള്ളൂ. നീതിക്ക് ടു ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ നീതിമാനല്ല എന്നുള്ളൊരു ബോധ്യം. അതാ പറഞ്ഞു, നീതിമാൻ ഒരുത്തരും പോലും ഇല്ല. അപ്പൊ നീതി, നമ്മളെ തന്നെ നീതീകരിക്കപ്പെടുവാനുള്ള ഒരു ദാഹം ഫസ്റ്റ്. രണ്ട്, ഞാൻ നീതീകരിക്കപ്പെട്ടതിന് ശേഷം നീതീകരിക്കപ്പെട്ട എന്റെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് നീതീകരണം നടത്തുവാനുള്ള വേറൊരു ദാഹം. ഒന്ന്, നീതീകരിക്കപ്പെടുവാനുള്ള ദാഹം, നീതീകരിക്കപ്പെട്ടവർക്ക് നീതി ചെയ്യുവാനുള്ള ദാഹം. രണ്ട്, ഇച്ചിരി ടോപ്പിക്ക് വിഷമാണ് എനിക്ക്, പക്ഷെ ഞാൻ സിംപ്ലൈസ് ചെയ്യാം. ഒരു ദിവസം രണ്ടുപേര്, ഞാൻ തമ്പച്ചാനോട് ചർച്ചയോട്ട് പോവാം. ഞാൻ തമ്പച്ചാനോട് ചർച്ചയോട്ട് ചെന്നപ്പോ തമ്പച്ചാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ എന്നോട് ക്ഷമിക്കണമേ, ഞാനിതെല്ലാം കെട്ടിച്ചിരിക്കുന്നു, എന്നാ രക്തത്താ വിജയമാണ് എന്തുവായത്. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഐ ആം പ്രസന്റ് ഹിയർ. I know he is praying that old man, I am a young man, black hair, so listen my prayer. പരീക്ഷന്റെ പ്രാർത്ഥന ഞാനൊന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് എന്റെ രീതിയിൽ. പരീക്ഷ സ്വയനീതിയാണ്, അങ്ങനെയല്ലേ, സ്വയം നീതീകരണമാണ്. ഞാനാണ് സകലത്തിലും മതിയായവൻ. ഒരൊറ്റ കാറ്റും എന്താ പറഞ്ഞത്, ഒരു റൂ 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 എന്ന് പറയുന്ന ഒരു കൊതുക് മതി എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തോണേ, തീർന്നു നമ്മുടെ കഥ. അപ്പോൾ പരീക്ഷന്റെ പ്രാർത്ഥനയ്ക്ക് പകരം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്. ഒരു ഒന്നാമത്തെ എക്സ്പെക്ട് പറഞ്ഞ നീതീകരിക്കപ്പെടുവാനുള്ള ഭാഗം. ആദ്യം നമ്മൾ പറയുന്ന പരീക്ഷനെ പോലെ പ്രാർത്ഥിച്ച് അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. രണ്ടാമത് ദാവീദ് പക്ഷെ പറയുന്നുണ്ട്, കർത്താവേ നീ സംസാരിക്കുമ്പോൾ ബാക്കി കേൾക്കട്ടെ, എങ്കിലും ബാക്കി പറ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. പരീക്ഷ പ്രാർത്ഥിച്ചെന്നതാ, ഐ ആം വെരി കോംപ്ലക്സ്, എനിക്ക് വലിയ കൊട്ടാരമുണ്ട്, ഭയങ്കര സംഭവങ്ങളാ. മറ്റവൻ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ, ദരിദ്രൻ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീക്ഷന്റെ നീതിയെ കവിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാനത് അങ്ങനെ ആക്കുക, പള്ളിയും പുള്ളി മാറ്റിയതല്ല, അതാണ് കറക്റ്റ് ആസ്പെക്ട്. നമ്മൾക്ക് നീതി ചെയ്യുവാനുള്ള ഒരു ദാഹം. ദാവീദ് പറഞ്ഞതുപോലെ പറയണം, സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കേണ്ടതിന്. കർത്താവേ ഇതൊക്കെ ആത്മസാന്ന് എനിക്കറിയാം, എങ്കിലും 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 ഈ പാപിയായ എന്നെ തള്ളിക്കളയല്ലേ. യേശു പറയും, ഓക്കേ.
ഞാനൊരു സ്റ്റോറി പറയാം, നിങ്ങൾക്ക് എല്ലാം എളുപ്പം. ഇനി നമ്മുടെ എളുപ്പം പോകുന്നത് നിർത്തി വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. മത്തായിയുടെ സുവിശേഷം 1:19 കുറച്ചുകൂടെ സ്റ്റോറി വൈസ് ആക്കാം. അപ്പൊ അതിന് കുറച്ചുകൂടെ നീതി എന്താണ് കുഴിയും. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ അവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ കാഠിന്യമുള്ളതാണ്. ആ സമയത്ത് അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ല. പക്ഷെ പ്രിയ അമ്മ സിസ്റ്റർ വായിച്ചേ, അത് കേട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? അവർ ആ സമയത്ത് വിവാഹിതരായിരുന്നില്ല. ജോസഫ് മറിയെ വിവാഹം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതേ ഉള്ളൂ. ദൈവദൂതൻ വന്ന് ജോസഫിനോട് പറയുകയാണ്, നിന്റെ ഭാര്യ, കുട്ടി എന്നല്ല പറഞ്ഞ, ഫിയാൻസി എന്നുള്ള വാക്കൊന്നും അവിടെ ഉപയോഗിച്ചില്ല. നിന്റെ ഭാര്യ വായിച്ചെങ്ങനെ, അവളുടെ ഭർത്താവ്. യഹൂദ കല്യാണം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നല്ല എളുപ്പത്തിൽ പറഞ്ഞു പോവാം. നമുക്കറിയാവുന്ന ഒരു 10 ബ്രഹ്മയുടെ കഥ. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 10 എണ്ണം കൊടുത്തിട്ട് പോയി. 1 നഷ്ടപ്പെട്ടു. ഇവളെല്ലാം തപ്പുന്നു. ആ തപ്പി കിട്ടി പോയതിനു ശേഷം ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ കാലയളവിൽ യഹൂദന്മാരുടെ ആ രീതിക്കനുസരിച്ച് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാം, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാം. അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. വിവാഹം വരുമ്പോൾ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. ഈ സ്ത്രീയെ, ഞാൻ സുജയ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ എൻഗേജ്മെന്റ് ദിവസം 10 ദ്രഹ്മ അങ്ങോട്ട് കൊടുക്കും. 10 വെള്ളി സംഭവം. ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കണം. 10 കൽപ്പനയാകട്ടെ, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ചിന്തിക്കരുത് സ്ത്രീധനോ പുരുഷധനോ ഒക്കെയാണോ, അതൊന്നുമല്ല. 10 കൽപ്പനയാണ്. കുല ചെയ്യരുത്, അങ്ങനെ തൊട്ടുള്ള 10 എണ്ണം എഴുതി അങ്ങോട്ട് എത്തേണ്ട. പ്രിയ സുജയ, ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കൽപ്പനകളാകുന്ന 1, യഹോവയാം ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന 1, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഞാനുണ്ടാകരുത്, ദൈവം ഉണ്ടാകരുത്. ഇങ്ങനെ 10 കാര്യം കൂടെ പറഞ്ഞിട്ട് പറയും, ഇനി നമുക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് പക്ഷെങ്കിൽ ഐ വിൽ കം ഓൺ ഡൗൺ ഡേ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ഒരു ദിവസം വരും. ആ ദിവസത്തെ വിവാഹ ദിവസം എന്ന് പറയുന്നു. ജസ്റ്റ് ഫോർമലി ഐ എം ഗോയിങ് ഡൗൺ ടു ഹെർ ഹൗസ്. അവിടെ ഞാൻ കുതിരവണ്ടിയെ കേട്ട് ഡുപ്പു 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 വീട്ടിൽ കൊണ്ടുവരുന്ന വിവാഹം. അപ്പോൾ ജോസഫ് നീതിമാനാകൊണ്ട്, നിങ്ങളെല്ലാം ഈ ഏജ് കഴിഞ്ഞ് വന്നവനാണ്. അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച്, എല്ലാവരുടെ ജീവിത രീതി അനുസരിച്ച് ഇത് കൊടുത്തതിന് ശേഷം ഇവർക്ക് ഒരുമിച്ച് കടക്കുവാനും ഉറങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വായിച്ച സിസ്റ്ററെ ഒന്നുകൂടെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. ഒരു വശത്ത് പിന്നെ ജോസഫ് പറയുന്നത്, മറിയം പറയുന്നത്, ഞാൻ പുരുഷനെ അറിയാതെ ഇവര് വളരെ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് നയിച്ചു വരുന്നവർ. ആ കാലത്ത് നീതിമാനാകയാൽ ജോസഫ് ചെയ്ത എന്നറിയോ, ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. കള്ളത്തിൽ ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു എന്നൊരു വായിക്കാനും വരരുതേ. നിങ്ങൾ ചിന്തിക്കണം, അതിൽ വലിയൊരു മർമ്മമുണ്ട്. ജോസഫിന്റെ ക്യാരക്ടറിനെ ഒന്നുകൂടി എടുത്ത് പറയാം. ജോസഫ് നീതിമാൻ എന്ന് പറയുന്നത്, ഞാൻ വിവാഹം നിശ്ചയിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന സുജ വിവാഹ നിശ്ചയത്തിന് ശേഷം പ്രഗ്നന്റ് ആയാൽ ആരുടെ ഭാഗത്ത് തെറ്റ്? എന്റെ വൈഫായിരിക്കുന്ന സുജയുടെ ഭാഗത്താണ്. കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. ഞാൻ വെച്ച കാര്യം പറയട്ടെ. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ജോസഫ് എന്നാ ചെയ്തത്? ഗൂഢമായി ഇവിടെ ഉപേക്ഷിക്കാൻ വിചാരിച്ചു. അതിന്റെ അർത്ഥം, അന്നൊരു സംഘമുണ്ട്, സന്നിധി സംഘം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടോ സന്നിധി സംഘം? അറിയാലോ. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ മൂപ്പനായിരിക്കുന്ന അമ്പാച്ചാൻ സന്നിധി സംഘത്തിന്റെ നേതാവാണെങ്കിൽ ഞാൻ വന്ന് പറയുക, സന്നിധി സംഘമേ, ഞാൻ വിവാഹം ചെയ്യുവാൻ ഇരുന്നവൾ കഴിച്ചുപോയി, എനിക്ക് പറ്റത്തില്ല. സന്നിധി സംഘം വന്നേരുമ്പോഴേക്കും ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്നവളെ ഇങ്ങോട്ട് വരാൻ പറയും, നീ ഇങ്ങോട്ട് വരാൻ പറയും. രണ്ടുപേരെയും തമ്മിൽ വേർതിരിച്ചു. ഇവിടെ ചാട്ടവാറിനാൽ കഥ യേശുക്കർത്താ പറഞ്ഞ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ പാളയത്തിന് പുറത്താക്കുകയോ ചെയ്യും. വിജാതിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ മരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ജോസഫ് നീതിമാനാകൊണ്ട് ഇവൻ ഇവിടെ ഗൂഢമായി ഉപേക്ഷിക്കാൻ വിചാരിച്ചു. അതിന്റെ അർത്ഥം, വഞ്ചകയായിരുന്ന മറിയയുടെ കുറ്റം അവൻ ആരോപിക്കാതെ വിവാഹം നിശ്ചയിച്ചിരുന്നവളെ ഉപേക്ഷിക്കുമ്പോൾ
സന്നിധി സംഘം ഇവനെ ചാട്ടവാറിനാൽ അടിക്കും. മനസ്സിലായോ? ജോസഫിനെ എന്തുകൊണ്ട് അവിടെ നീതിമാനം ഇട്ടിരിക്കുന്നത്? അവിടെ കുറ്റങ്ങൾ ആരോടും പറയാതെ, ഒരൊറ്റ കുഞ്ഞിനോട് പറയാതെ, തന്നെ വഞ്ചിച്ച തന്റെ ആ സഹോദരിയെ ഓർത്ത് വിഷമത്തോടു കൂടിയായിട്ട് ഇവൻ ചിന്തിച്ചു, പരസ്യമായിട്ട് ഗൂഢമായിട്ട് ഉപേക്ഷിക്കാം. നാളെ ഇത് അറിയുമ്പോൾ വിവാഹം നിശ്ചയിച്ചവളെ വഞ്ചിച്ചവനെ എന്നും പറഞ്ഞ് സന്നിധി സംഘം ചാട്ടവാറിനാൽ അടിപ്പിക്കും. ആ അടി കൊള്ളാൻ അവൻ തയ്യാറായി. എന്നിട്ടും മറ്റുള്ള ഒരാളുടെ കുറ്റം അവൻ സന്നിധി സംഘത്തിൽ പറഞ്ഞില്ല. അതാ ജോസഫിന്റെ ക്രെഡിറ്റ്. ജോസഫ് നീതിമാനാകിയാൽ അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ. അപ്പോൾ വഞ്ചികയായ മറിയോട് ത്യാഗ മനോഭാവത്തോടുകൂടി സ്വയം അപമാനം ഏറ്റെടുത്തു. ഇതിനെ കാരുണ്യത്തിലൂടെ കയറുന്ന നീതിമാൻ എന്ന് പറയുന്നത്. എത്ര പേര് ചെയ്യും? ഞാനത് നിങ്ങൾക്ക് ക്രിസ്ത്യന്മാർക്കായിട്ട് വിടുന്നു. മറ്റുള്ളവരുടെ ഭാരം അവനെ വായിക്കട്ടെ. അടുത്ത വച്ചു സമയത്തിന് ഭാഗ്യവാന്മാർ അവർക്ക് എന്നാ ലഭിക്കും? മറ്റുള്ളവർക്ക് ലോട്ടറി പോലെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇച്ചിരി വ്യത്യാസം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നീതി ഇതിന് ഇച്ചിരി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. അപ്പൊ നീതി നിയമത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ജോസഫ് സന്നിധി സംഘത്തിൽ ചെന്ന് പറയാതിരുന്നത് നിയമാവലിയിൽ അവൻ ഉൾപ്പെട്ടതിനാലാണ്. അവൻ പറഞ്ഞില്ല. അപ്പൊ നിയമത്തിന് അണ്ടറിലാണ് നീതി, റൈറ്റ്സ്നെസ്. അതൊക്കെ പറയപ്പെടുന്നു പാട്. നീതി നിയമത്തിന് അധീനതയിലാണ്, അണ്ടറിലാണ്. കരുണ നിയമത്തിന് അപ്പുറമാണ്. കരുണയുടെ എക്സാമ്പിൾ പറയാം. ഞാനും അപ്പച്ചാനെ പിടിക്കാം, കുഴപ്പമില്ലല്ലോ. ഞാനും അപ്പച്ചാനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അസുഖം, സുഖമില്ല. ഞങ്ങൾ രണ്ടുപേരുടെ മോഹനങ്ങളോ ഡോക്ടർ. അപ്പൊ മോഹനങ്ങളോട് ഡോക്ടറായിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ ആൾക്കാരെയൊക്കെ നോക്കുക, ക്യൂ തെറ്റിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെ ചെന്നപ്പോൾ ഞാൻ അമ്മച്ചാരം പോയി ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ അമ്മച്ചാരോട്, അമ്മച്ചാൻ 150 പേരുടെ ക്യൂവിന്റെ പുറകെ 151, 152 നമുക്ക് ടോക്കൺ കിട്ടിയിരിക്കുന്നത്. ഇന്നെങ്ങ് എത്തുവോ? അമ്മച്ചാൻ പറയും, ബിജു അവിടെ അണങ്ങുന്നില്ല. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാ. ഇത് നിയമമാണ്. നിയമം ഫോളോ ചെയ്ത് പറ്റുള്ളൂ കുവൈറ്റില്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ നോക്കുന്നുണ്ടോ ഞങ്ങളെങ്ങാനും ചാടി കയറുന്നുണ്ടോ എന്ന്. ഡോക്ടറിന് അറിയാം, കറക്റ്റ് നമ്പർ പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കഴിച്ചാൽ ഇതൊന്നും സംഭവിക്കാൻ പോണതല്ല കേട്ടോ. ഇന്ന് വൈകിട്ടോട്ട് രക്തം ചെയ്ത് പറയുന്നു വേണ്ട, ഇതൊന്നും വിഷയമല്ല. നമുക്ക് രക്തത്താൽ നേടാം. റഹിച്ചാന് ചെറിയ റഹിച്ചാനെ വേണ്ട, എന്റെ അനിയനെ പറയാം. എന്റെ അനിയൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഷിബു ഒരു ആക്സിഡന്റ് ആയി. റിച്ചാൻ ഷിബുവിനെ കൊണ്ട് വരികയാണ്. ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ നിയമത്തില് ഇവരെവിടെ നിൽക്കണം? 153. നിയമമല്ല. അമ്പച്ചാൻ പറയടാ, ദൈവത്തിന് രക്തത്തെ കുറിച്ച് വരുന്നു, കൊണ്ടുവന്ന് പറയും. ഒന്നാമതല്ല, അവൻ 0 എടുത്തോ. ഒന്നാമത്തേവനെ പോലും തട്ടി മാറ്റി കടവ് തുറന്ന് മോനങ്ങളെ പിടിച്ചോ എടുക്കാൻ വന്നിരിക്കുന്നു. നമ്മള് നിയമത്തിന് വഴിമാറിക്കൊടുത്ത് കരുണ കാണിക്കുന്നതിനെ കരുണ എന്ന് പറയുന്നു. ഈ കരുണ നമ്മൾ ചെയ്താൽ കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, നീ കരുണ ചെയ്താൽ നിനക്ക് കരുണ കിട്ടുമെന്ന്. നിയമത്തിനപ്പുറപരമായിട്ടുള്ള കരുണ. ഒരു രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. നിയമത്തിൽ അവൻ ഒരു ചാൻസും ഇല്ല. ഒരു ദിവസം രാജാവിലേക്ക്, നിന്റെ മുഖം എന്നാ വാടിയിരിക്കുന്നത്? എങ്ങനെ വാടാതിരിക്കും? എന്റെ പിതൃഭവൻ ആയിരുന്ന യെരൂശലേമിൽ മുഴുവൻ പ്രശ്നങ്ങളാ. അവിടെ അത് വന്ന് കിടക്കുന്നു, ഇടിഞ്ഞു കിടക്കുന്നു, പ്രശ്നം, ആരാധനയില്ല. നിയമത്തിൽ അവനെ വിടേണ്ട കാര്യമില്ല. അവനെ ഗവർണറായിട്ട് പ്രൊമോട്ട് ചെയ്ത് അയക്കുവാൻ കഴിവുള്ളവൻ എന്റെ യേശു. നിയമത്തിന് അപ്പുറമേ പ്രവർത്തിക്കുന്ന എന്റെ യേശുവിനെ കരങ്ങളെടുത്ത് ആരാധിക്കാതെ. യാക്കോബിന്റെ സുവിശേഷം, യാക്കോബിന്റെ ലേഖനത്തിൽ 2:13 കേട്ടിട്ടുണ്ട്. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും, ഇല്ലെങ്കിൽ കരുണയില്ലാത്ത ന്യായവിധി വരും. ഭയങ്കര. യാക്കോബിന്റെ ലേഖനം നിങ്ങൾ പ്രസംഗത്തിന് പോണവർക്ക് അറിയാം, ജോലി അറിയാം. യാക്കോബിന്റെ ലേഖനം എടുത്ത് യാക്കോബിൻ ഇന്നത്തെ നമ്മുടെ ഗുരുവാക്യമായി യാക്കോബിന്റെ ലേഖനം അറിയാ. അടുത്ത് ഒരു റിപ്ലൈ വരുന്നത് ഞാനിത് പല സമയത്ത് അനുകൊണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ മെസ്സേജിന് ആധാരമായിട്ട് യാക്കോബിന്റെ ലേഖനം ഞാൻ
അതിനകത്ത് പറയപ്പെടുന്നു, പണിയായിട്ടാണ് വന്നിരിക്കുന്നത്, വടിയുണ്ടാ വന്നിരിക്കുന്നത്. കാരണം യാക്കോബിന്റെ ലേഖനം മുഴുവൻ വിശ്വാസം മാത്രം പോലെ പ്രവൃത്തി വേണമെന്നുള്ളതാണ്. ഈ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവരാണല്ലോ നമ്മൾ. ഓക്കെ, അടുത്തതിലൂടെ എളുപ്പത്തിൽ 6 ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് എന്നാ ലഭിക്കും? അവർ ദൈവത്തെ കാണും. ഇത് ഞാൻ വേഗത്തിൽ വായിച്ചുവിടാം, സമയപരിമിതി മൂലം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ കാണിക്കുന്നു. മനുഷ്യ ഹൃദയത്തെ പറ്റിയുള്ള ഒരു രസകരമായ സംഭവം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് നിങ്ങൾ ചിന്തിക്കണേ. 20-15 മിനിറ്റ് ഉള്ളൂ നമുക്ക്. ദൈവം സൃഷ്ടിച്ച ആദാമിന്റെ ഹൃദയത്തിലെ വിചാരങ്ങള് പറയുകയാണ്. നമ്മൾ ചിന്തിക്കണമേ, ദൈവം ജീവശ്വാസം ഊതിയ കേൾക്കുന്നുണ്ടോ എല്ലാവരും? നിങ്ങളെല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. നമ്മുടെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ള സബ്ജക്ട് വലിയ ഹാർഡായ സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞത് 18 മണിക്കൂറും കൊണ്ട് എടുക്കേണ്ട ക്ലാസ്സാണ് ഞാൻ ഈ 4 മണിക്കൂർ കൊണ്ട് എടുക്കുന്നത്. ഞാൻ തുടങ്ങിയ ദിവസം പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഒറ്റ ചാപ്റ്റർ 4 ദിവസമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 ദിവസത്തെ ക്ലാസ്സാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 1 തൊട്ട് 7 വരെ പോയി, ഇതിൽ 5 വരെ പോണത് 18 മണിക്കൂറിന്റെ ക്ലാസ് നമ്മൾ 4 മണിക്കൂർ കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ രീതിയിൽ ഓടിച്ചു പോയില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിയത് കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മളായിട്ട് കാര്യമില്ല. കിങ്ഡം ഓഫ് ഗോഡ് നമ്മളിൽ വാഴണം. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഭൂമിയിലല്ല, എന്റെ രാജ്യം ഇതിനപ്പുറത്തുള്ള രാജ്യമാണ്. അതിലോട്ട് ഞാൻ നിങ്ങളെ ആക്കുകയാണ്. ഉയർന്ന ചിന്താഗതിയും ഉയർന്ന രീതിയിലുള്ള ജീവിത രീതിയും ഉയർന്ന രീതിയിലുള്ള ആ ജീവിത സ്റ്റാറ്റസിലേക്ക് ഞാൻ നിങ്ങളെ മാറ്റാം. പക്ഷെങ്കിൽ there is only one condition, there is a rule. ആ റൂളാണ് നമ്മൾ വായിക്കുന്നത്. സാമൂഹികപരമായിട്ടുള്ള നീതിയിൽ നമ്മൾ ജീവിക്കണം. നമ്മള് കിങ്ഡം ഓഫ് ഗോഡിലാണെങ്കിൽ നമ്മൾ വാഴുന്നത് എവിടെയാ? ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയിലായിരിക്കുന്ന ജനങ്ങൾ നമ്മൾ ഈ 8 കാര്യങ്ങളെങ്കിലും ചെയ്താൽ ഒരു മനുഷ്യനെ കണ്ടാൽ അറിയാം, ഈവൻ he is living in a kingdom of God. അപ്പോൾ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യര് കാണിക്കേണ്ട സ്വഭാവമാണ് ഇത്. കിങ്ഡം ഓഫ് ഗോഡിന്റെ ക്യാരക്ടർ നമ്മൾ ഭൂമിയിൽ വെളിപ്പെടുത്തണം. ഞാൻ ഒന്ന് പറയേണ്ട കാര്യമുള്ളത്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സാം കഴിഞ്ഞ ആഴ്ച കാണിച്ചത് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു ക്യാരക്ടറാണ്. അങ്കിൾ യു കം, അങ്ങനെ പറയുന്നില്ല. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ സോഷ്യൽ എത്തിക്സിൽ കാണിക്കണം ഭൂമിയിലായിരിക്കുമ്പോൾ. അപ്പോൾ എന്നെ കണ്ടാലും നിന്നെ കണ്ടാലും പറയും, അല്ലാതെ വെള്ള ഷർട്ട് ഇട്ടും കറുത്ത പാൻറ് ഇട്ടും വലിയ കാര്യമില്ല. ഞങ്ങളുടെ അവിടെ ഒരു വിശ്വാസമുണ്ട്, കറുത്ത ഷർട്ടും വെള്ള പാൻറ് ഇടും. പുള്ളി പറയുന്നത് ഇതിലാണ് കാര്യമെങ്കിൽ എനിക്ക് സ്വന്തത്തിൽ പോകണം. മോശം പറഞ്ഞ പോലെ കാകം മുഴുവൻ പിച്ചളയും പിടിച്ച് കാവും പിടിച്ചിരിക്കുക, ഭയങ്കര അന്യഭാഷയുടെ ആരാധനയും, അടുത്തിരിക്കുന്നവരെ കണ്ടെടുത്ത കാണരുത്. ഇതൊന്നും കിങ്ഡം ഓഫ് ഗോഡിന്റെ നേച്ചർ അല്ല. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഹല്ലേലൂയ. അപ്പോൾ ആദാമിനെ കുറിച്ച് പറയണം, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. ഈ ഹോളി സ്പിരിറ്റിനെ അയച്ചതിനെ കുറിച്ച് ഞാൻ എന്റെ സമയമില്ലാതെ വേറെ ഞാനൊന്ന് പറയാനും. യേശുവിനെ അറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന്. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കാനൊക്കെ പറഞ്ഞതിനൊക്കെ പിന്നിൽ ഒത്തിരി സത്യങ്ങളുണ്ട് കേട്ടോ. 3 ഓഫീസേഴ്സ് എടുക്കാൻ സമയമില്ല. പക്ഷെ എടുത്ത ഒരു സഹോദരിയുടെ കാര്യം ഞാൻ പറയാം. അവള് പറഞ്ഞു, ഇസ്രായേലിലെ കാണാതെ പോയ ആളുകളെ തപ്പി നീ വന്നു നോക്കി എനിക്കറിയാം. ബട്ട് ഐ നോ വൺ തിങ്, നീ കഴിക്കുമ്പോ താഴെ വീഴുമല്ലോ, അതെനിക്ക് മതി. യേശുവിന്റെ 3 ഓഫീസസിലെ ഒരു ഓഫീസിനെ അവർക്ക് കാണാൻ പറ്റും. യേശു പറഞ്ഞു, സ്ത്രീയെ, ഇത് ഞാൻ നിന്നോട് വെളിപ്പെടുത്താതെ നിനക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ സന്തോഷം പൂർണ്ണമാകട്ടെ. ഞാൻ ആ സത്യത്തിലൂടെ കയറുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, കിങ്ഡം ഓഫ് ഗോഡിൽ ഇന്ന് കയറണം. നിങ്ങൾ കയറിയിട്ടുള്ളവരെ ഇന്ന് നമ്മൾ അവിടെ വാഴണം. നമ്മുടെ യേശു വാഴണം. അപ്പോൾ നമ്മുടെ സ്ഥിതിവിധികൾക്ക് മാറ്റം വരും, അവസ്ഥകൾക്ക് മാറ്റം വരും. കുനിഞ്ഞിരിക്കുന്ന തലകളെ നിങ്ങൾ തലകൾ നിവർത്തുവിൻ, എഴുന്നേറ്റ് നമുക്ക് പ്രകാശിക്കാം. ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ദൈവമേ, നിർമ്മലപരമായ നിന്ന് സ്ഥിരമായ ആത്മാവിനാണ്. സങ്കീർത്തനം 9:10. നിർമ്മലപരമായ ഒരു ഹൃദയം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയത്തിനകത്ത് കാപട്യവും വഞ്ചനയും വക്രതയും കുരുട്ടും കുന്നായ്മയും മറ്റുള്ള എന്താ അങ്ങനത്തെ മലയാളത്തിന് വലിയ വാക്കുകളുണ്ടല്ലോ, ഇതെല്ലാം ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കാണത്തില്ല. പക്ഷെ ദാവീദ് പറഞ്ഞതുപോലെ രാത്രി കാലം പറയാം, കർത്താവേ,
സ്ഥിരമായ ഒരു ആത്മാവിനെ തന്ന് നിർമ്മലമായ ഹൃദയം തന്ന് എന്നെ നീ നിലനിർത്തണമേ. എനിക്ക് ജീവിക്കണം, യേശുവുമായി ജീവിക്കണം, യേശുവുമായി ജീവിക്കണം, യേശുവിനെ പോലെ ജീവിക്കണം. വേഗത്തിൽ പോകാം നമുക്ക്. ഏഴാമത്തെ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. സമാധാനം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണേ. ഇത്രയും നേരം വായിച്ചതെല്ലാം നോക്കിയേ. ദുഃഖിക്കുന്നവർ, നിങ്ങളൊന്ന് വായിച്ചേ. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, വിശന്നതായിരിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ. ഇവിടെ വന്നപ്പോ ചെറിയ മാറ്റം. അത് ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? സമാധാനം തന്നെ പറഞ്ഞില്ല. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ മേൽ തന്നിച്ചുകൊള്ളും. അത് വേറൊരു ടോപ്പിക്ക്, ഞാൻ അതിലോട്ട് ഇത് കമ്പയർ ചെയ്യുന്നില്ല. സമാധാനം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ഞാൻ എഴുതിയിരിക്കുന്നത്, സമാധാനം എന്ന ദൈവകൃപ, സമാധാനം എന്ന ദൈവകൃപ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ഉൽപ്പന്നമാണ്. അതായത് സമാധാനം എന്ന പ്രൊഡക്റ്റ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാനും അച്ഛാനും നമ്മൾ ഉടക്കാം, ഭയങ്കര ഉടക്കും. അച്ഛൻ ലോഡ് ഓഫ് മൈ ഷെപ്പേർഡ് എന്ന ബൈബിളുണ്ട്, എന്റെ അങ്ങനെയുള്ള ഗോഡ് ഓഫ് മൈ ഷെപ്പേർഡ് എന്ന അച്ഛൻ ഞാൻ ഭയങ്കര വീരവാദ മക്കളെന്ന് മോഹൻകൾ പറയാ. ഇടവേ രണ്ടും ഒന്ന് അർത്ഥം. നിങ്ങൾ ഇങ്ങനെ കലശല പിലശല കൂടാതെ ഇതിന്റെ ആംപ്ലിഫൈഡ് വേർഷൻ എടുത്ത് നോക്കി, രണ്ടിന്റെ പൊരുൾ ഒന്നാ. ഇത് അതില്ലായിരുന്നു. ഞങ്ങൾ പറയും അത് അറിയാമായിരുന്നു. പക്ഷേ എന്നാൽ നിങ്ങൾ ശാന്തമായിട്ട് കൈവിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഇങ്ങനെ ഇതിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത് സമ്പാദിച്ചാൽ ഞങ്ങൾ തമ്മിൽ ഉടക്കിക്കൊണ്ടിരിക്കുന്ന മോഹനങ്ങൾ പറയുകയാണ്, വെളിപ്പെടുത്തട്ടെ, വെളിപ്പെടുത്തട്ടെ, ദൈവം വെളിപ്പെടുത്തട്ടെ, ദൈവം വെളിപ്പെടുത്തട്ടെ, രണ്ടിന് വെളിപ്പെടുത്തട്ടെ. വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നടക്കത്തില്ല. അവിടെ വന്ന് കാര്യം പറയണം. കാര്യം പറയുമ്പോൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാര്യം എന്ന് പറയണം. അത്രയുള്ളതായിരുന്നു. നമ്മൾ ചിന്തിച്ചു പോയി, എന്റെ സമ്പാദിച്ച കാണാൻ കേട്ടുപോയി എന്ന് പറയും. നമ്മൾ ഇനിയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് അല്ലേ. അപ്പൊ പാപത്തിന്റെ പൊരുൾ അല്ലെങ്കിൽ എന്താ സാരാംശം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനഃപൂർവമായ ഭാവമാണ്. ഞങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ എങ്ങനെയാ കഴിച്ചാൽ പറയുന്നത്, രക്തം ചെയ്യും പറയാം, പ്രാർത്ഥന വന്നു അതിനിടെ ന്യൂമാരാണ് കളിക്കുന്നത്. ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇത് സാത്താന്റെ പ്രവർത്തനം. മനഃപൂർവ്വമായി ഞങ്ങൾ ചെയ്യുക. ചിലത് കാണാൻ പറ്റില്ല. അമ്മമാര് നൈറ്റ് ഡ്യൂട്ടി ചെയ്തവർ വന്നിരുന്നു, ആത്മാവിൽ ദൈവം തീരെ രക്തം ചെയ്യാൻ പ്രാർത്ഥന ഇവിടെ ഇരുന്നു. നൈറ്റ് ഡ്യൂട്ടി അല്ല, 10 ദിവസം ജോലിക്ക് പറയുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? എന്റെ സഭയിൽ ഇതൊക്കെ കാണുന്നേ കേട്ടോ. അച്ഛാ ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. അവരെന്നെ പുറത്താക്കും. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാം ഒന്നും പറയണ്ട. സുജയനെ നോക്കി സൗമ്യത ഉണ്ടാക്കുവാൻ, സമാധാനം ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മനഃപൂർവ്വമായുള്ള ശത്രുതയാണ് സമാധാനമില്ലായ്ക. സമാധാനം ലഭിച്ചവർ സമൂഹത്തിൽ സമാഗം ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ നമുക്കറിയാം, പോലീസിലൊക്കെ ഇങ്ങോട്ട് വന്ന് പിന്നെ അയ്യാണ് അങ്ങോട്ട് ചെയ്യില്ല, അങ്ങോട്ട് കേട്ടോ, സമാധാനം ഉണ്ടാക്കുന്നില്ല. മറ്റവരുടെ ടെൻഷൻ അവൻ 2 ഓൺ അടിച്ച് പുറത്ത് അടിയടിച്ച കാര്യം സമാധാനം എനിക്കൊന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇതിന്റെ വിഷയമല്ല, എന്റെ വിഷയം എനിക്ക് കാര്യം. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കുന്ന ഒരുത്തൻ ഓൺ അടിച്ചാൽ അവൻ 10 പ്രാവശ്യം ഓൺ അടിച്ചു കൈ കിടച്ചോളൂ, നിർത്തിക്കോളൂ. നമുക്ക് ഇതല്ല സമയം. നിങ്ങൾക്കറിയാവുന്ന ദേവദാസൻ പേര് പറഞ്ഞില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. UK യിലും അമേരിക്കയിലും ആരും ഹോൺ അടിക്കത്തില്ല വണ്ടിയെ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത്. ഒരു ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏതോ ഒരു ഭൂകമ്പം നടന്ന കഷ്ടം എല്ലാവരും നോക്കും വണ്ടി ആ വണ്ടിയായി. അപ്പൊ എന്നെങ്ങാനും നമ്മൾ ഹോൺ അടിക്കുന്ന അറിയോ, നമ്മൾ റോങ് ആയിട്ട് കാണിക്കുമ്പോഴാണ്. അപ്പോൾ എന്നെങ്ങാനും ഒരുത്തർ ഹോൺ അടിച്ചാൽ എന്റെ ഒരു നമുക്കങ്ങ് ചോറാകും. എരിവ് അങ്ങനെ നമ്മളെ കിടക്കില്ലേ, യേശുവിന്റെ എരിവല്ലേ. നമ്മൾ 2 ഹോൺ അടിച്ച് അവന്റെ മുമ്പിൽ കയറിയിട്ട് ഒന്ന് ബ്രേക്കൊക്കെ ചവിട്ടി ലൈറ്റൊക്കെ കാണിച്ച് അവനെ ഒന്ന് പോകുമ്പോൾ ഒരു നോട്ടമൊക്കെ നോക്കി ഇംഗ്ലീഷുകാരൻ അവനാണെങ്കിൽ കഴിവുണ്ട് ബെനിഹിന്റെ ഒക്കെ വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ താഴെ പോകും. അവന്റെ അടുത്ത് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ചാട കാണിക്കുന്നത്. ഇതെന്നറിയ സമാധാനം ഉണ്ടാക്കുകയല്ല, കലശം ഉണ്ടാക്കുകയില്ല. ഇത് ഏത് സ്പിരിറ്റാണ് നമ്മൾ അന്നേരം തിരിച്ചത്? രക്തഭേദം എന്റെ യേശുവേ, ഈ ജഡം ഒന്ന് തകരട്ടെ. തകരണം. നമ്മൾ നിരന്തരം അവർ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ഒരുത്തനും ശുഭം വരികയുമില്ല. അപ്പോൾ എവിടെ നമുക്ക് വിജയമുണ്ട്? യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ആട്ടുകോട്ടന്റെ രക്തമല്ല, യേശുവിന്റെ രക്തം. The blood of Jesus means his death. Hallelujah. ഞാൻ യേശുവിന്റെ രക്തം മാത്രം ഞാൻ എടുക്കുന്നത് വളരെ അങ്ങനെ ഒരു സാവകാശത്തിനായിട്ട് കൂടെ ഞാൻ അഭിഷേകം കൊടുക്കുക. യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തം വാർന്നൊഴുകിയതൊന്നുമില്ല. സബ്ജക്റ്റ് the means of his blood makes his death. എന്തിനാ
നമ്മുടെ മൃഗ സ്വഭാവവും പൈശാചിക സ്വഭാവവും നമ്മുടെ പേക്കൂത്തുകളും എല്ലാം മാറ്റി അവന്റെ രൂപത്തോട് അനുരൂപപ്പെടുവാൻ അവൻ അതിനുശേഷം ഉയർത്തെഴുതി അവന്റെ സ്പിരിറ്റിനെ നമ്മുടെ മേൽ അയച്ചു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. കലക്കലിന്റെ ആത്മാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ വിടുകയാണ് സബ്ജക്ട്. യഥാർത്ഥ സമാധാനം ഉണ്ടാക്കുന്നതിന് ധീരത വേണം. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുള്ള ധീരതയോട് ഒന്ന് ലീനത വേണം. അതാണ് സമാധാനം. നീ അടുത്തത് ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതിന്റെ ആൻസർ അടുത്തതിൽ തന്നെ കിടപ്പുണ്ട്. അതൊന്ന് വായിച്ചാട്ടെ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു വന്നു. നമുക്കറിയാം ഓരോ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ സമയത്ത് നിർത്തുന്ന ആഗ്രഹമാണ്. ജീവിതത്തെ സംബന്ധിച്ചും കഷ്ടത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കഷ്ടത ക്രിസ്ത്യാനിത്വത്തിൽ നിങ്ങൾ വന്നതിന്റെ പേരിലാണെങ്കിൽ ഭയപ്പെടേണ്ട. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിങ്ങളോട് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷി വരിച്ചവരുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അത് വായിക്കാൻ ഞാൻ എളുപ്പത്തിൽ നിർത്തിയത് 7-ം അധ്യായം 54 വരെ വേഗത്തിൽ വായിച്ചാണ്. നമുക്കത് പറഞ്ഞു നിർത്താം. ഒരാളുടെ സ്റ്റോറി പറഞ്ഞു നിർത്താം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ം അധ്യായം 54-70 വേഗത്തിൽ അവന്റെ നേരെ പല്ല് കടിച്ചു. വായിച്ചു. സ്തേഫാനോസ് എന്ന് പറയുന്ന ദേവദാസന്റെ കാര്യം പറയുന്നത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, സ്തേഫാനോസിനെ പിടിച്ച് വിചാരണ ചെയ്യുകയോ മറ്റു സംഭവങ്ങളൊക്കെ നടക്കുന്ന ഇവൻ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുക. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് അവന്റെ കാരണത്തിനെടുപ്പോഴോ നമ്മൾ പറഞ്ഞില്ല, കിട്ടിയത് ഒന്നും അവന് ഒരാവൻ പാടിച്ചില്ല, ഒരൊറ്റ അടിയും കൊടുക്കും. എന്നിട്ട് സ്തേഫാനോസ് നിർത്തിയില്ല. അവനെ വായിച്ച ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനെന്നറിയാനായിരുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നീതി നിമിത്തമാണ്. നമ്മൾ മുമ്പത്തെ നീതിയല്ലത് ഇത്. സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. നിങ്ങളുടെ എല്ലാ കുടുംബത്തിലെ പശ്ചാത്തലങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു തത്വം. അതില് മാറ്റം വരുക നമ്മുടെ രക്തത്താൽ. ഈ അഭിഷേകം ചെയ്തത് അവൻ ആത്മാവിലായി. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനെ, ഏതോ ഒരു സംഘടനയോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ ദൈവദാസനെ ഇന്ത്യയിലെ ആർമിക്കാരുകളുടെ സ്ക്രീനിങ്ങോ എന്തോ ലൈ ഡിറ്റക്ടറോ അങ്ങനെയാണ് പരിപാടിക്ക് വേണ്ടി ടോർച്ചറിംഗ് സെന്ററിൽ കൊണ്ടുപോയി. ഇദ്ദേഹം തെറ്റുകാരനല്ല, പക്ഷെ ഇദ്ദേഹം ഒരാൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലും പുറത്തു വന്നാൽ ഇദ്ദേഹത്തിന് തല പോകും. അപ്പൊ ഇദ്ദേഹത്തിന് ഈ സംഭവം അറിയാം. ആർമിയിലെ സംഭവം നടന്ന സംഭവമാണ്. സംഭവം യൂട്യൂബിൽ കിടപ്പം, ഞാൻ പേര് മാത്രം പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് കേരളം അല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടും, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദേവദാസനെ അറിയാം. അപ്പൊ ഈ ദേവദാസനെ കൊണ്ട് ടോർച്ചറിംഗ് സെന്ററിൽ കൊണ്ടുപോയിട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അറിയാം. പേരോട് വെളി വന്ന പ്രശ്നം. അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് 3 പ്രാവശ്യം ലൈ ഡിറ്റക്ടറിൽ കൊണ്ടുപോയിട്ടു. ഇദ്ദേഹം അങ്ങോട്ട് കയറുമ്പോൾ എന്നാ അറിയോ, ലൈ ഡിറ്റക്ടർ സെന്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതാണ് ആത്മാവലോ വീരാമാന വൈഡം രകനം നിരവല വൈഡ് രകനം പുള്ളി അങ്ങ് ആത്മാവലോ പ്രാർത്ഥിക്കും. സ്ക്രീനർ ചെയ്തോണ്ട് നോക്കുമ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാഷ ഇതിലിങ്ങനെ കരകരാന്ന് പറഞ്ഞ് ഈസി വരുന്ന പോലെ മാറ്റും. ഇവൻ ഇന്ന് ശരിയല്ല. പിറ്റേ ദിവസം വീണ്ടും ഈ ദേവദാസനെ കൊണ്ടുപോയി. നിങ്ങൾക്ക് എവിടെ മനസ്സിലായെന്ന് ആരെ കുറിച്ച് പറയുന്നത്. വീണ്ടും പിറ്റേ ദിവസം ഇദ്ദേഹത്തെ കൊണ്ടുപോയി ടോർച്ചറിംഗ് സെന്ററിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ദേഹം മുഴുവൻ ECG പോലുള്ള കണക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു അതൊക്കെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ഈ ദേവദാസൻ വീണ്ടും കൊണ്ടുപോയപ്പോഴേ ആത്മാവിനായി. ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ആത്മാവിലാണെന്ന്. പുള്ളി ആത്മാവിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇവര് കണക്ട് ചെയ്യുന്ന ഇത് ഇന്നത്തെ സംഭവം ഇന്നും വരുന്നത് എന്തോ കുഴപ്പമാണ്, മിഷ്യൻ മാറുന്നു. ഇവര് മിഷ്യൻ മാറി 3 പ്രാവശ്യം ഈ ദൈവദാസനെ കൊണ്ടുപോയി ടോർച്ചറിംഗ് സെന്ററിൽ കൊണ്ടുപോയി ടോർച്ചറിംഗ് ചെയ്തിട്ടും ഈ അന്യഭാഷ. അപ്പൊ അവരുടെ ചീഫ് കമാൻഡർ മല്ലപ്പള്ളിക്കാരനായ ശമുവേൽ എന്ന് പറഞ്ഞ ഒരു ചീഫ് കമാൻഡർ, അദ്ദേഹം ചെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയ സാറേ, ഞാൻ ആ പേര് പറയാതിരിക്കാൻ വേണ്ടി ആ പേരൊന്നും ഉപയോഗിക്കുന്നുള്ളൂ. സാർ ഉപയോഗിച്ച ടെക്നിക്ക് ഒക്കെ എനിക്കറിയാം.
രക്ഷപ്പെട്ട് കേട്ടോ. ഇനി നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾക്ക് ബുദ്ധി സ്ഥിരതയില്ല, അതുകൊണ്ട് നിങ്ങളെ വിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വിടുകയാണ്. പുള്ളി പറയാം, എന്ത് ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചു, ആനുകൂല്യത്തോടുകൂടി കർത്താവ് പുറത്താക്കി. ഇതാണ് നമ്മുടെ കർത്താവിന്റെ പരിപാടി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ അന്യമാരെ ഇടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വിചാരം മനസ്സിലാകത്തില്ല ഇതിന്റെ അർത്ഥമൊന്നും. സ്ക്രീൻ ചെയ്യുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഓരോരുത്തരും മനസ്സിലാകുന്ന തന്നവന് മാത്രമേ ഇതിന്റെ അർത്ഥം അറിയുള്ളൂ. ആത്മാവിലായി അവന് കിട്ടിയ ഉപദ്രവങ്ങളോ അവന് കിട്ടിയ അടിയോ കണ്ണത്തടിയോ ചെവിട്ട് തൂപ്പിയതോ അവൻ മനസ്സിലാക്കിയില്ല. അവനായി എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, യേശുവേ, ഐ ആം കമ്മിങ്. ഇത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്കറിയാം. ബിയാറ്റിറ്റ്യൂഡ്സിലെ റൂൾസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ. പക്ഷെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും. ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു നിർത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം, അതിനകത്ത് ഒരാളുടെ പേരുണ്ട്, മിഖായാവ്. വായിച്ചോ വേഗത്തിൽ. ഞാൻ നല്ല സ്റ്റോറി എന്ന് പറയാം. അതിൽ തുടക്കം ഇങ്ങനെയാണ്. ഇത് വളരെ രസകരമായി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഞാൻ വായിച്ചോളാം. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമര്യയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. ആഹാബ് അവന് കൂടെ ഉണ്ടായിരുന്ന ജനത്തിനു വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. എന്നിട്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. നിങ്ങൾ ചിന്തിക്കണം, അസാധാരണമായ രീതിയിൽ ഒരു ട്രീറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് അവെയർ ആകണം എന്തിനാണെന്ന്. ഇത് യഹോശാഫാത്ത് ആഹാബിനെ കാണാൻ ചെന്നു. ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ആഹാബ് യഹൂദയുടെ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിനോട് സംബന്ധം കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് രാമോത്തിലേക്ക് പോകാം, ഒരു യുദ്ധത്തിന് നിന്റെ ജനത്തെയും കൂടി വിട്ടുതരുമോ എന്ന് ചോദിച്ചു. ഈ യഹോശാഫാത്ത് ഇതെല്ലാം തിന്നും കുടിച്ച് അങ്ങ് ഫുൾഫിൽ ആയിരിക്കണം. ഇവിടെ പറഞ്ഞാൽ നോ പ്രോബ്ലം, നിന്റെ ജനം രൂത്ത് പറഞ്ഞ പോലെ നിന്റെ ദൈവം എന്റെ ദൈവം, എന്റെ ദൈവം നിന്റെ ദൈവം, അതുകൊണ്ട് നീ എന്റെ ജനത്തെ മുഴുവൻ പോകാൻ പറഞ്ഞു. പക്ഷേ യഹോശാഫാത്ത് ഒരു കണ്ടീഷൻ വെച്ചു, ഇവിടെ ഏതെങ്കിലും പ്രോഫറ്റ് ഉണ്ടോ, ഏതെങ്കിലും ദൈവദാസന്മാർ പ്രവാചകന്മാർ, അവരെ വിളിച്ച് കാര്യങ്ങൾ 40 പേരെ വിളിച്ചു. എല്ലാവരും ഒരേ രീതിയിൽ സംസാരിച്ചു. യഹോശാഫാത്ത് പറഞ്ഞു, ഓക്കെ, അപ്പോൾ നമ്മൾ പോവുക യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. യഹോശാഫാത്തിന് ദേവദാസൻ അദ്ദേഹം പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ ആലോചന ചോദിക്കാൻ. അപ്പോൾ ഈ മറ്റേ രാജാവ് പറയാം, രാജാവിന്റെ പേരെന്താ, ആഹാബ് പറയാൻ, ഇവിടെ ആരുമില്ല, പിന്നെ ഒരുത്തരുണ്ടോ ഇങ്ങനെ പറഞ്ഞ 40 പേരോട് ആലോചന ചോദിച്ചു, ഇവിടെ ആരും അപ്പൊ പിന്നെ ഒരുത്തരുണ്ടോ. അതാണ് യഹോശാഫാത്ത് ചോദിച്ചു, അവൻ ശരിയല്ലേ, അവൻ ശരിയല്ലോ, അതിന് അവനെ അങ്ങനെ പറഞ്ഞത്. അവൻ ഇന്നു വരെ തുറന്ന് ഒരു നല്ല കാര്യം എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അത് അവന്റെ പേര് അവനെ വിളിക്കാൻ പറഞ്ഞു. നമ്മൾ യുദ്ധത്തിന് പോകാൻ പറ്റുന്ന പറയും, പോവാ, എല്ലാം പടക്കോട്ടയിട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. മിഖായാവിനെ വിളിച്ചു. മിഖായാവിനെ വിളിക്കാൻ വേണ്ടി കൃത്യന്മാർ എന്നിട്ട് മിഖായാവിനോട് പറഞ്ഞു, 40 പേര് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ കൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാണ്. 40 പേര് ആലോചന പറഞ്ഞിട്ടുണ്ട്. ആ ആലോചന ഇല്ലതാ, ഇതിനെതിരെ നീ ഒന്ന് പറയണ്ട, എന്നെ ആളുകൾ അവർ പോകും, അതുകൊണ്ട് നീ ഇത് പറഞ്ഞോണെന്ന് പറഞ്ഞ് സെറ്റപ്പ് തെറ്റിച്ച് സെറ്റപ്പിനോടുകൂടി തന്നെ പ്രവാചകനെ കൊണ്ടിരിക്കുക. ഇന്ന് സഭകളിൽ നടക്കുന്ന ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ശ്രീകൃഷ്ണ ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിത്തിങ്. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് പോണതിന് മുമ്പ് നമുക്ക് സംസാരിക്കാം. എന്താണെന്നറിയാം, ദൂത് വരത്തില്ല. മിഖായാവിനോട് കാര്യങ്ങളൊന്നും പറയാതെ ഇവര് വരിക, കാര്യങ്ങളെല്ലാം പറഞ്ഞു. മിഖായാവ് വന്നിട്ട് മിഖായാവ് ഒരുപാട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോകണം എന്തിനാ, ദൂത് പറയാനാണ്. യഹോവയാം ദൈവം എന്നോട് പറയുന്ന ദൂത് ഞാൻ പറയും, അത് കേൾക്കേണ്ട ആദ്യം എന്നെ കൊണ്ട്, അല്ലെങ്കിൽ എന്നെ വേറെ പണി പുലി എത്തണം, പുള്ളിയുടെ മാറ്റി മാറ്റി എന്താ ചെയ്യാ പുലി എത്തണം എന്ന് പറഞ്ഞു. നമ്മളൊരു സില്ലി വേണമെന്ന് ചോദിച്ചു. പക്ഷെ ഇവൻ വന്നിട്ട് പറഞ്ഞു, 40 പേരും പറഞ്ഞ ദൂത് ഞാൻ പറഞ്ഞു, യു ഗോ. ഇതൊരു ഫേഴ്സ്, ഇതൊരു പ്രയോഗമാണ്. നീ ചെല്ല്, നിനക്ക് കിട്ടും. നിങ്ങൾ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വരുമ്പോൾ കാണാം, ഈ രാജാവ് ആഹാബ് രാജാവ് വസ്ത്രം മാറിയിരിക്കുക, ഒരുത്ത് ചുമ്മാ തെറ്റിക്കളിച്ചതാ അമ്മുപ്പിലും പോലെ ഇവന്റെ പതകത്തിനിടയ്ക്ക് കയറിക്കും മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഈ പേരിവിടെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം, ഇന്ന് നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിലെ റൂളും റെഗുലേഷനും കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കേട്ടത് ദൈവവചനമാണ്. ആർ സംസാരിക്കുന്നു, ആരത് വിളമ്പി തരുന്നു എന്നുള്ളതല്ല. യേശു ആഗ്രഹിക്കുന്നത് കേട്ടവരുടെ മേലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.
ഞങ്ങൾ സംസാരിച്ച ദൈവവചനം അത് ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ കേട്ടത് ദൈവവചനമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. ഇത് പൂർണ്ണ ശക്തിയോടെ ഞങ്ങൾ വ്യാപരിക്കണം. അതിനായിട്ട് അപ്പ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഞങ്ങളെ സറണ്ടർ ചെയ്തു. കിങ്ഡം ഓഫ് ഗോഡിന്റെ റൂൾസ് മാത്രം ഞങ്ങൾ കേട്ടു. ഇതിൽ വളരെ വലിയ ഇനിയുമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇതിനനുസൃതമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തമാക്കുന്നുണ്ട്. ഇതിനനുസൃതമായി ഞങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞങ്ങൾ ക്രമപ്പെടാത്ത വിഷയങ്ങളിൽ മേലെ, ഞങ്ങൾ പോരാളികളുള്ള വിഷയങ്ങളിൽ മേലെ, ഞങ്ങൾ ഗുണപ്പെടാത്ത വിഷയങ്ങളിൽ മേലെ, ഞങ്ങൾ ഗുണപരപ്പെടാത്ത വിഷയങ്ങളിൽ മേലെ ക്രമപ്പെടുത്തുന്ന, ഉദാഹരണം നൽകുന്ന, ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങൾ ക്രമപ്പെടാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കൈവിടരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടല്ലേ? യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, ചന്ദ്രരാജേന്ദ്രൻ വാഴിക്കുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
കണ്ണുകളൊക്കെ നമുക്ക് മാറ്റി ആത്മാവിൽ ദരിദ്രരായവർ പാർക്കാൻ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശം. ഓ ഹല്ലേലൂയ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. ഓ ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ക്ലാസ്സിലൊക്കെ ഈ കഥാവെ ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളതാണ്. ഓ ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് കർത്താവിന്റെ ദാസനെ കൂടെ ഞങ്ങൾ കേൾപ്പിച്ചത് കർത്താവ്. ഓ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ആ രാജ്യത്തിന്റെ പൗരന്മാരായി തീരത്തപ്പോൾ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാണ്. ഈ ലോകത്തിലെ പൗരത്വമല്ല കർത്താവ്. ഓ ഈ ലോകത്തിലെ ജീവിതമല്ല കർത്താവ്. ഓ ഈ സാധാരണ അധീനത്തിലുള്ള ഈ ലോകത്തിലൊക്കെ വിട്ട് നമുക്ക് ഒരു ദിവസം ഹല്ലേലൂയ ആ ഭവനത്തിൽ വസിക്കേണ്ടവരാണ് ഞങ്ങൾ പൂർണ്ണമായി ബോധ്യമുണ്ട് കർത്താവ്. അവിടെ സ്വർഗീയ പൗരത്വമുള്ളവരായി ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരത്തക്കോണം ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അത് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവേ സമാധാനം തരണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. കരുണ തരണമേ കർത്താവേ. ആശ്വാസം തരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ തരണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൂടുതൽ ഓടുവാന് ദൈവരാജ്യത്തിന് കെട്ടുമണിക്കായി പ്രവർത്തിക്കത്തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനത്തെ തരണമേ കർത്താവേ. വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിന് പേര് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കൃപ തരണമേ കർത്താവേ. ആരോഗ്യം തരണമേ കർത്താവേ. ബലം തരണമേ കർത്താവേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി കൂടുതൽ ശോഭിക്കത്തക്കവണ്ണം അനേക ആത്മാക്കളെ നേടത്തക്കവണ്ണം സുവിശേഷം അറിയിക്കത്തക്കവണ്ണം മറ്റുള്ളവരെ സഹായിക്കത്തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്ത്തി ഞങ്ങളെ ഞങ്ങളാരും കഥാവി തള്ളിപ്പോരടയാകരുത്. എന്റെ വരവിൽ കാണപ്പെടുന്നവരായി ഞങ്ങളെ ശക്തീകരിക്കണമേ കഥാവി. ഞങ്ങളെ ബലപ്പെടുത്തിയതായി ദാസനോട് കേൾപ്പിച്ച എന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനങ്ങളെ കേട്ട് ആരെയും മറന്നു പോകുന്നവരായിട്ടല്ല, ആരെയും നിന്റെ കർത്താവിന്റെ വചനങ്ങളെ ധ്യാനിക്കുന്നവരായി, വായിക്കുന്നവരായിട്ടല്ല, ധ്യാനിക്കുന്നവരായി, രാപകൽ ധ്യാനിക്കുന്നവരായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥന. കർത്താവിന്റെ ദാസനെ ഒരുക്കി കൊടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന അനേക ആത്മാക്കളെ നേടപ്പൊക്കോണം കർത്താവിന്റെ മകനിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ബലപ്പെടുത്തണമേ കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. അനേക പേരെ ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കത്തക്കവണ്ണം എന്റെ മകനെ നീ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂടി വന്ന ഓരോരുത്തരെയും കയ്യിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവ്. നീ ഞങ്ങളെ അനുകരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. നീ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ശക്തീകരിച്ചതിനായി സ്തോത്രം. നീ ആശ്വാസം തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കുറവ് പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ പറയുന്നതാണ്, നാളെ ഞങ്ങളുടെ വീട്ടിലെ ഈ പ്രയർ എല്ലാവരും കടന്നു വരണം. പറയാൻ കാരണം എൻ്റെ സഹോദരൻ കടന്നു വന്നപ്പോൾ ഞങ്ങൾ പ്രയർ നടത്താൻ നേരത്തെ ആഗ്രഹിച്ചാണ്. പക്ഷെ അത് ഈ ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് നടത്തുമ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്തെങ്കിലും ബാക്കി പറയാനുണ്ടെങ്കിൽ ആ ഒരു അവസരം ഞങ്ങൾ അതിനാണ് പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് വീട്ടിൽ പറയാറ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഒരു വീട്ടിൽ കൂടി നിങ്ങൾക്ക് അറിയാം, അവിടെ കൂടാൻ പറ്റും. സൗകര്യമൊക്കെ ഞങ്ങൾ ഒരുക്കിക്കോളാം. നിങ്ങൾ വന്നാൽ മതി. അവിടെ അവരിപ്പോൾ അവിടെ ഇടയില്ലെന്ന് ഒന്നും ഓർക്കണ്ട. ഞങ്ങളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നാളെ വൈകുന്നേരത്തെ 7 മണിക്ക് പ്രേരണ വരണം. സഭയിൽ തന്നെ ആയിരിക്കും ബാക്കി പറയാനുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവുന്നുണ്ട്. കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത്. നാളത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കകത്ത് അതും വരത്തില്ലെന്ന് പറഞ്ഞു. വൈകിട്ടത്തേക്ക് ബാക്കി പരിശീലിക്കുക. അതുകൊണ്ടാണ് മറന്നെന്ന് പറഞ്ഞു. എല്ലാവരും കിടന്നാണ് അത് ശിവചര്യ ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും കടന്നതാണ്. അവിടെ ആരും ഉപേക്ഷ വിചാരിക്കാതെ സ്ഥലത്തിന്റെ പ്രശ്നമൊന്നും വേണ്ട. നമുക്ക് നിന്നായാലും പ്രാർത്ഥിക്കാം. സ്വപ്നം കടന്നതാണ്. നാളെ രാവിലെ 9 മണിക്കാണ് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
ഒരു മിനിറ്റ് ഞാൻ മറന്നുപോയി. ബെൻസിമോളെ എന്നോട് ഒരു സാക്ഷി പറയാൻ 2 മിനിറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബെൻസിമോൾ മുന്നോട്ട് കടന്നു പറഞ്ഞാൽ 2 മിനിറ്റ്. എനിക്ക് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് ജോലിയായിട്ടുള്ള ഒരു മേഖലയിലൊക്കെ അത്ഭുതം പ്രവർത്തിച്ച ഒരു സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയായിരുന്നു. കാരണം കർത്താവിനെ ഞാൻ ഉയർത്തുന്നതിന് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക ഒരു 2 മിനിറ്റ് സാക്ഷി പറയാൻ എനിക്ക് 2 മിനിറ്റ് തന്നതിനോ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിതാവിനുള്ള മരണത്തിൽ ജനുവരി 15 ആയപ്പോൾ ഇവിടെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഏജൻസി ത്രൂ ഒരു ബയോഡേറ്റ കൊടുത്ത നേഴ്സിംഗിന്റെ മോയിച്ചിന്റെ ബയോഡേറ്റ കൊടുത്തു കഴിഞ്ഞു. ജനുവരി ലാസ്റ്റിലാണ് കൊടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, ഫെബ്രുവരി 28 ദിവസം കഴിഞ്ഞു, മാർച്ച് കഴിയാറായി. അപ്പോഴൊക്കെ ഞങ്ങളുടെ പേയ്മെന്റ് സകല മനുഷ്യനും പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞു, എന്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, ആരും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനപ്പോൾ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്ത് ഞാൻ ചെയ്യും, ഒത്തിരി വിഷമത്തോടെ ഞാൻ ഇരുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിലൊരു വാക്യം കടന്നു വന്നു. സങ്കീർത്തനം 27:13 ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എപ്പോഴും എന്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡ് സാത്താൻ പറഞ്ഞത് നീ ഒന്നും കിട്ടത്തില്ല, നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്, നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഒരു സൈഡ് പറയുമ്പോൾ മറ്റു സ്ഥലത്ത് അത് ഈ പ്രേരണ കടന്നു വരുന്നതിൽ മഹത്വം. അത് എപ്പോഴും ദൈവത്തിന്റെ വചനങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം ഹൃദയത്തിൽ വരും. അതോ അതിൽ ഞാൻ ജയം പ്രാപിച്ചു. അങ്ങനെ മാർച്ച് 25 എല്ലാവരും പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്ത് എടുക്കുന്നില്ല, എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മാർച്ച് 25 രാത്രി ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ബെൻസി യു ഹാവ് എക്സാം ടുമോറോ അറ്റ് 9 o'clock at MOH നിങ്ങൾ പറഞ്ഞു. ഞാൻ മിനിസ്റ്റർ ഒരാളെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഞാൻ എല്ലാം ഒന്നുമില്ല, ഒരു ഇല്ലല്ലോ, പിന്നെ ആരെ വിളിച്ചു പറഞ്ഞതൊക്കെ ഓർമ്മ. അങ്ങനെ ഞാൻ വേറെ ആൾ വിളിച്ചിട്ട് അവരെ എങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 26-ാം തീയതി രാവിലെ റിട്ടേൺ എക്സാമിന് വേണ്ടി MOH സഭാ ഹോസ്പിറ്റലിൽ കടന്നുപോയി. റിട്ടേൺ ആകുന്ന എല്ലാവർക്കും ഒരു 30 ക്വസ്റ്റ്യൻ ആയിരുന്നു. 15 മാർക്ക് മതി പാസ്സാകാം. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ അതുപോലെ എല്ലാം പഠിച്ചിട്ടാണ് പോയത്. ദൈവകൃപ എന്റെ മേലെ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. അങ്ങനെ ഞാൻ മാർച്ച് 26 എക്സാം എഴുതാൻ പോയി. അതങ്ങനെ ആരോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ പോയിട്ട് ഞാൻ എക്സാം എഴുതി കടന്നു വന്നു. പക്ഷെ കടന്നു വന്നപ്പോഴേക്കും വലിയ ഭാരം എനിക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഭയങ്കര വിഷമത്തിരുന്നു. പക്ഷെ ഞാൻ ഒരു എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ 26-ാം തീയതി എക്സാം എഴുതി 27-ന് വിളിച്ചില്ല. സാധാരണ എല്ലാവരും പറഞ്ഞു മാർച്ച് അത് ഉച്ച കഴിയുമ്പോൾ എല്ലാവരും വിളിച്ച് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് വിളിച്ചില്ല, 27-ന് വിളിച്ചില്ല, 28-ന് വിളിച്ചില്ല. അപ്പോഴേ നമ്മുടെ ഒരു എല്ലാം പ്രതീക്ഷ പോയെന്ന് ഓർത്തു. 29-ന് വിളിച്ചില്ല, മാർച്ച് 30-ന് വിളിച്ചില്ല, 31-ന് രാത്രി 10 മണിയായപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുക യു ഹാവ് പാസ്ഡ് ദ എക്സാം, കം ഫോർ ഓവർ എക്സാം ടുമോറോ അങ്ങനെ പറഞ്ഞു. മാർച്ച് 31-ാം തീയതി രാത്രി പറഞ്ഞു ഏപ്രിൽ 1-ന് എക്സാം ആണ്, ഓവർ എക്സാം ആണെന്ന്. അങ്ങനെ ഞാൻ അറിയാവുന്നതൊക്കെ പഠിച്ചുകൊണ്ട് പോയി, എക്സാം ഹോളിൽ പോയി. അവിടെ പോയപ്പോൾ ഞാൻ ഇരിക്കുന്ന 2 വിശ്വാസികൾ ഉണ്ടായിരുന്നു, 2 പിള്ളേരുണ്ട്. അവർക്ക് ഭയങ്കര ഭാരം, ഉള്ളിലോട്ട് കയറാൻ ഭയങ്കര പേടി, അവരുടെ അടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു എന്തിനാ വിശ്വാസികൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിനു ഭാരപ്പെടുന്നു, നമ്മളുള്ള ഈ ലോകത്തെ ജയിച്ചെന്ന ആ ഒരു പ്രത്യാശ ഞാൻ കയറി പോയാൽ നിങ്ങൾ ഭാരവും പ്രയാസവും വരുത്തില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു അവരോട്. അവർക്ക് ഇതായി. അങ്ങനെ അവർ പോയി അവർ കയറി കഴിഞ്ഞപ്പോൾ ഞാനപ്പോ അവിടുത്തെ അവരെയൊക്കെ യേശുരക്ത മുദ്രയിട്ടിട്ടാണ് കയറി പോയത്. എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് അങ്ങ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി യഹോവയിൽ ആശ്രയിക്കുന്ന നിർഭയം വസിക്കും. എനിക്കറിയാം അകത്തോട്ട് കയറി ഭയമെല്ലാം മാറി. അവരെ കണ്ടുള്ള ചിരിച്ച് നല്ല പ്രസന്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് അങ്ങോട്ട് കയറി ചെന്ന് എന്നെ കണ്ടപ്പോഴേ ഒരു സ്ത്രീയോട് പറയാം ഹിന്ദി സെയിം അറബി പറയുന്നത് ഞാൻ കേട്ടു. അവള് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ എന്നോടൊന്നും ചോദിച്ചോണ്ടിരുന്നു. അപ്പൊ എന്നെക്കാട്ടി പിന്നെ ദൈവദൂതന്മാർ ഓരോ കസേര ഇരിപ്പുണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിക്കൊണ്ട് അവരെന്നോട് ചോദിച്ചത് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് വെറും ഈസി ആയിട്ടുള്ള, ഞാൻ ഒത്തിരി പഠിച്ചോണ്ടാ പോയത്, പക്ഷെ വെറും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. ഞാൻ നല്ലൊരു മറുപടി പറഞ്ഞു. ഓക്കെ ബെൻസി താങ്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇറങ്ങി. ഞാൻ പുറത്ത് യഹോവയെ കാത്തിരിക്കുന്ന ഞാൻ ലജ്ജിച്ച് പോകുകയില്ല, അവൻ ലജ്ജിപ്പിച്ച് കളയുകയില്ല. അപ്പൊ എനിക്കറിയാം ഞാൻ ജയിച്ചെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എല്ലാ ഓരോ എവരി മെമ്പേഴ്സിന് ഞാൻ എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയില്ല. ഓരോരുത്തരുടെ പ്രാർത്ഥന ഇതിന്റെ പിമ്പിലുണ്ട്, അതെനിക്കറിയാം. എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ടില്ല, സഭയുടെ പ്രാർത്ഥനകളെല്ലാം ഇതിന്റെ മുന്നിലുണ്ട്. അല്ലാതെ ഞാൻ സകലരോടും പേരുമാരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് ലേഡീസ് മീറ്റിങ്ങിനൊക്കെ ഞങ്ങൾ വിഷയം പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ലേഡീസ് ആയിട്ടുള്ള എല്ലാ ആന്റിമാരും അമ്മച്ചിമാരെല്ലാം പ്രത്യേകം നന്ദി പറയുന്നത് പോലെ എല്ലാ എവരി മെമ്പേഴ്സ് എല്ലാ കുഞ്ഞുങ്ങളോട് എന്റെ ഓർത്തൊന്നും ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഈ സഭയിൽ നന്ദിയുള്ളവളാണ്. അന്ന് തന്നെ ഞാൻ മാർച്ച് 1 ഏപ്രിൽ 1 എക്സാം കഴിഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കിട്ടി ഓൾ എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞു ഒഫീഷ്യലായിട്ട് ഒരു റിസൾട്ട് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. മിനിഞ്ഞാന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് കൂടി ഒന്ന് നന്ദി പറയുന്നു. അവർ 2-3 മന്ത്സിനകം ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ
ഇങ്ങനെ പറയുന്നതൊക്കെ കംപ്ലീറ്റ് ആക്കണം. അതിനും എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ 1.5 വർഷം എനിക്കിവിടെ എന്റെ ഭവനത്തിലായിരുന്നു എന്റെ കുഞ്ഞിനെ നോക്കുവാനും അതിലുപരി എന്റെ കർത്താവിനെ ഒന്നുകൂടി ഒന്ന് അറിയുവാനും എന്റെ കർത്താവിനെ ഒന്നുകൂടി ഒന്ന് ചേരുവാനും തക്കവണ്ണം കർത്താവിനെ ഇടയാക്കി. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മഹിമാന്റെ സാക്ഷി, അതെനിക്കറിയാം. ദൈവം നമ്മുടെ ആരുടെ കണ്ണീരൊന്നും മറികടന്ന് കളയുന്ന ദൈവമല്ല. ഹാലലൂയ. അവൻ അവൻ വിശ്വസ്തയുള്ള ദൈവമാണ്. അവന്റെ സമയത്ത് നേരത്തെ താമസിച്ചു തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മടുത്തു പോകാത്ത വിശ്വാസത്തിൽ ഓരോരുത്തരും ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ചെറിയ സാക്ഷി. ദൈവത്തിന്റെ കൃപ കൊടുക്കും. സഭ ഒന്നടങ്കം മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സഹോദരി ദൈവാനുഗ്രഹിക്കും. ആശീർവാദം. ദൈവത്തിന്റെ സ്നേഹവും ആശിസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിലൂട്ടായ നാം എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച ലക്ഷ്യങ്ങൾ കേട്ട വചനത്തിലൂടെ മനോരമനദാസിലൂടെ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ യേശുവേ, ഇതിനായി ഉണ്ടായിരിക്കുന്നതല്ല,